കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ട് എന്നരുളി ചെയ്ത നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ തിരുനാമം ഈ സന്ധ്യയിലും ഒരിക്കൽ കൂടെ മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസനും ദൈവസന്നിധിയിൽ ഈ സന്ധ്യയിൽ കർത്താവിൻ്റെ വചനം ചിന്തിക്കുവാൻ കൂടി വന്നിരിക്കുന്ന ദൈവജനത്തിനും ക്രിസ്തുയേശുവിൽ അഭിവാദനങ്ങൾ അർപ്പിക്കുന്നു. ഈ കഴിഞ്ഞ പകലും കർത്താവ് നമ്മെ ഇമ്മാനുവേലിൻ്റെ വിരിക്കപ്പെട്ട ചെറുകടിയിൽ ശരണം തന്ന് സൂക്ഷിച്ചു. നേരിടമായിരുന്ന എല്ലാ ദോഷങ്ങളിൽ നിന്നും കർത്താവ് നമ്മെ വിടുവിച്ചു. ജോലി ചെയ്തവരുടെ ജോലിയിൽ, യാത്ര ചെയ്തവരുടെ യാത്രകളിൽ, സ്കൂളിൽ പോയ കുഞ്ഞുങ്ങളെ, വിദൂരതകളിലും വിദേശങ്ങളിലുമൊക്കെയായി നമ്മുടെ പ്രിയപ്പെട്ടവരെ, സഭാംഗങ്ങളെ എല്ലാവരെയും ദൈവം കാത്തുകൊണ്ടിരിക്കയാൽ ദൈവത്തിന് സ്തോത്രം. കർത്താവ് ഇന്നയോളം നമുക്ക് വേണ്ടതെല്ലാം തന്നു. മേലിലും നമ്മെ വഴി നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാകൊണ്ട് നമ്മുടെ ആകമാനമായ ജീവിതത്തെ ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നാം ഒരിക്കലും ചിന്തിക്കാത്തതും നാം ഒരിക്കലും ചോദിക്കാത്തതുമൊക്കെ കർത്താവ് നമുക്ക് തന്നെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെ ഒന്നും നമ്മുടെ നല്ല പിതാവ് അവഗണിക്കുന്നവനല്ല. അതെല്ലാം തക്ക സമയങ്ങളിൽ നടത്തി തന്ന് നമ്മെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അനുവദിക്കുന്ന ഒരു നല്ല ദൈവമാണ് നമുക്ക് പിതാവായിട്ടുള്ളത്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ എന്ന്. സ്തോത്രം. നമ്മുടെ ശാരീരികമായ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായുള്ളതും ഭക്തിയോടെ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായുള്ളതും ഇതുവരെ കർത്താവെല്ലാം തന്നു. ഇന്നുവരെ തന്നു എന്നതിനാൽ നമുക്കൊരു ഉറപ്പുണ്ട്. സ്തോത്രം. നാളെയും കർത്താവ് തരും. നാം അത് ചോദിക്കുന്നത് കൊണ്ട് തെറ്റൊന്നുമില്ല. പക്ഷേ നാം ക്രിസ്തുവിൽ വളർച്ച പ്രാപിക്കും തോറും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നത് കുറഞ്ഞു വരും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഭൗമിക കാര്യങ്ങളും ലൗകിക വിഷയങ്ങളും ശാരീരിക വിഷയങ്ങളും ഒന്നും കർത്താവിനോട് ചോദിക്കുന്നതിന് തെറ്റൊന്നുമില്ല. അത് പാപമല്ല. നമ്മുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ അറിയിപ്പാൻ അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങളെ രഹസ്യത്തിൽ അറിയുന്ന പിതാവിനോട് നിങ്ങൾ പോയി വാതിലൊക്കെ അടച്ച രഹസ്യത്തിൽ പറയാൻ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പക്ഷേ നാം വളരുന്നതിനനുസരിച്ച്, നാം ആത്മീയ പക്വത പ്രാപിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന രീതി നമ്മുടേത് കുറഞ്ഞു വരും. ആ ആത്മീയ വളർച്ചയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിലേക്ക് മടങ്ങി വരുന്നു. നാം ഈ ദിവസങ്ങളിൽ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്ന വിഷയം നാം അറിയുന്നു. ദൈവം വെറുക്കുന്ന സ്നേഹം, ദൈവം സ്നേഹിക്കുന്ന വെറുപ്പ്. അതിനെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ നാം ഇന്നലെ കണ്ടു. ഏറ്റവും ഒടുവിൽ നാം കണ്ടത് ഒരു വിശുദ്ധൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. ഒരു വിശുദ്ധൻ ആ ചിന്തകൾ വെച്ച്, നാം പഠിച്ചു വന്ന ചിന്തകൾ വെച്ച് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് എന്താണ്? ഓ ഗാഡ്, ജനറേറ്റ് ഇൻ മീ എ സീക്രട്ട് ഹേറ്റ്രഡ് towards sin, everything that is sinful and everything that belongs to the Satan, at least to sin and Satan. പാപത്തോടും പാപമയമായ സകലത്തോടും സാത്താനോടും സാത്താന്യമായ എല്ലാറ്റിനോടും ലോകത്തോടും ലൗകികമായ സകലത്തോടും ദൈവമേ, എൻ്റെ ഉള്ളിലൊരു വിശുദ്ധമായ വെറുപ്പ് അങ്ങ് ജനിപ്പിക്കുമാറാകണമേ. ആ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിൽ നിരന്തരം തുടരാം. ദൈവം നമ്മെ
സഹായിക്കട്ടെ. കർത്താവ് തൻ്റെ ഹൃദയം നമുക്ക് നൽകുവാൻ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മിൽ പകരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമുക്കതിനായിട്ട് സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഈ വിഷയത്തിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഇന്ന് നാം ചിന്തിക്കുന്ന ആദ്യത്തെ ഭാഗം ദൈവത്തിൻ്റെ വെറുപ്പ്, ദൈവം വെറുക്കുന്ന വിഷയങ്ങൾ. വേദപുസ്തകത്തിൽ ധാരാളം കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ചില വസ്തുതകൾ പൊതുവായി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ആ ദൈവം വെറുക്കുന്ന പ്രത്യേക വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവം വെറുക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വെറുപ്പ് എന്ന് പറയുമ്പോൾ 3-4 രീതികളിൽ നാം അത് മനസ്സിലാക്കണം. ആ 4 രീതികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒന്ന്, ചിലതിനോട് ദൈവത്തിന് അനുരഞ്ജനമില്ലാത്ത ശത്രുതാ മനോഭാവമാണ്. ചിലതിനോട് ദൈവത്തിന് ഉള്ള അനുരഞ്ജനമില്ലാത്ത ശത്രുതാ മനോഭാവം. ദൈവത്തിൻ്റെ വെറുപ്പിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം അതാണ്. എ ഗ്രേറ്റ് ഡിസ്പ്ലഷർ, ഡിസ്ലൈക്ക് ടു ദി എൻറ്റയർ മാറ്റർ or theme or subject. There is no compromising, an uncompromising wrath against something. ചിലതിനോടുള്ള ദൈവത്തിൻ്റെ അനുരഞ്ജനമില്ലാത്ത, ദയയുടെ കണിക പോലുമില്ലാത്ത, ക്രോധത്തോടുകൂടിയ ദൈവത്തിൻ്റെ മനോഭാവം. അതിൽ ഒരു കാലത്തും എന്തില്ല, ഇപ്പോൾ ഇങ്ങനെ പിന്നിങ്ങനെ അങ്ങനൊന്നുമില്ല. എപ്പോഴും ചിലതിനോട് ദൈവത്തിന് ആ ശത്രുതാ മനോഭാവം തന്നെയാണ്, ആ വെറുപ്പ് തന്നെയാണ്, അനിഷ്ടം തന്നെയാണ്. അതിന് കാലം മാറിയാലോ സ്ഥലം മാറിയാലോ വ്യത്യാസമൊന്നുമില്ല. ഉദാഹരണം, പാപം. ആ വസ്തുതയോട് ദൈവത്തിന് എന്തില്ല, ഒരു കാലത്തും മനോഭാവത്തിന് മാറ്റമില്ല, അനുരഞ്ജനമില്ല, എപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്നാൽ അതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വെറുപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭാഗം ഒന്നാമത്തതിൽ നിന്ന് വ്യത്യസ്ത. നോൺ അറ്റസ്റ്റിംഗ് ഓർ അപ്രൂവിങ് ദ കറന്റ് കണ്ടീഷൻ. അത് പ്രത്യേകിച്ച് ചില വ്യക്തികൾ, ഉദാഹരണത്തിന് പഴയ നിയമത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. അത് പൗലോസ് റോമർ 9-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മുടെ വല്യമ്മച്ചിയായ റിബേക്ക ഗർഭവതിയായിരിക്കുമ്പോൾ തന്നെ ഇരട്ടപ്പിള്ളകളായിരുന്നു ഉദരത്തിലുണ്ടായിരുന്നത്. കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ, പൗലോസിൻ്റെ ഭാഷ ഇത്, 9-ാം അധ്യായത്തിൽ റോമറിൽ പറഞ്ഞിരിക്കുക, കുഞ്ഞുങ്ങൾ ജനിക്കുന്നതിന് മുൻപേ അവർ നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ഒരു നിയമനം അവിടെ നടന്നു. അവിടെ നാം വായിക്കുന്നത് എന്താ വായിക്കുന്നത്? അവൻ ഏശാവിനെ ദ്വേഷിച്ചു, യാക്കോബിനെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏശാവിനോട് ദൈവത്തിന് വെറുപ്പുണ്ടായി എന്ന് നാം അവിടെ കാണുന്നു. അത് എന്തല്ല, ഈ ഒന്നാമത്തെ അർത്ഥത്തിൽ പറഞ്ഞതുപോലെയുള്ള ഒരു വെറുപ്പല്ല, ശത്രുതാ മനോഭാവം അല്ല, ദയയില്ലായ്മയല്ല, കരുണയില്ലാതെയുള്ള ക്രോധത്തോടുകൂടിയ ഒരു അപ്രോച്ച്, സമീപനമല്ലത്. അവിടെ പറയുന്ന വെറുപ്പ് ഈ യേശാവായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്ന ആരാ? ദാവീദ്. ദൈവത്തിൻ്റെ
ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്ന ദൈവഭവനത്തിലൊക്കെ വിശ്വസ്തനായിരുന്ന മോശ. അപ്പോൾ ഇങ്ങനെയുള്ള ഒത്തിരി ഭക്തന്മാരുണ്ട്. പക്ഷേ അവരുടെ പോലും ജീവിതത്തിലെ ചില പ്രധാനപ്പെട്ട സമയങ്ങളിൽ, ഘട്ടങ്ങളിൽ, ചില പ്രത്യേക വിഷയങ്ങളിൽ ദൈവം അവരോടും അവരുടെ ആ അവസ്ഥയോടുമുള്ള എന്ത് വെളിപ്പെടുത്തിയിട്ടുണ്ട്? വെറുപ്പ്, ദ്വേഷം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വളരെ വേദപുസ്തകം വായിക്കുമ്പോൾ എനിക്ക് വേദന തോന്നാറുള്ള ചില സംഭവങ്ങളിൽ ഒരു സംഭവമാണ് മോശയുടെ കാര്യം. വളരെ പ്രത്യേകമായ സംരക്ഷണയിൽ മോശയെ ജനിപ്പിച്ച്, വളർത്തി, പരിപാലിച്ച്, പരിശീലിപ്പിച്ച് ഒക്കെ കൊണ്ടുവന്നു. സമയമായപ്പോൾ വിളിച്ചു, ഇറക്കി, അഭിഷേകം ചെയ്തു, പ്രത്യേക നിലയിൽ കൂടെയൊക്കെ നടത്തി. ഒക്കെ കഴിഞ്ഞിട്ട് നമുക്കറിയാം, ഒരു പ്രത്യേക വിഷയത്തിൽ കർത്താവ് പറഞ്ഞു, ഇസ്രായേൽ ജനം കാൺകെ നിങ്ങൾ എന്നെ വിശുദ്ധീകരിക്കാഞ്ഞതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശത്ത് നിങ്ങൾ എത്തുകയില്ല. പാറയോട് കൽപ്പിക്കാൻ പറഞ്ഞു. ജനത്തോടുള്ള ദേഷ്യം വെച്ചും ചിലപ്പം പഴയ അനുഭവം വെച്ചും മോശ അടിച്ചു. ആ ഒരു നമ്മുടെ ദൃഷ്ടിയിൽ ഒരു ചെറിയ സംഭവം എന്നാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ദൈവം അത് വളരെ ഗൗരവമായിട്ടെടുത്തു. അപ്പോഴേ പറഞ്ഞു, ഈ ജനം കാണിക്കാൻ നിങ്ങൾ എന്നെ വിശുദ്ധീകരിക്കാഞ്ഞതുകൊണ്ട് അഹരോനോടും മോശയോടും പറഞ്ഞതാണ്, നിങ്ങൾ കനാനിൽ പ്രവേശിക്കത്തില്ല. പിന്നെയും കുറേ കാലങ്ങൾ ഇങ്ങനെ പോയി. ഒടുവിൽ മോശ അവസാനമായിട്ട് ദൈവത്തോടൊരു അപേക്ഷ കഴിക്കുന്നുണ്ട്, ഞാൻ ഒന്ന് കയറി കണ്ടോട്ടെ എന്ന്. പക്ഷേ കർത്താവ് ഒരു അനുരഞ്ജനവും ഇല്ലാതെ പറഞ്ഞ്, ഇനി ആ വിഷയത്തിൽ നീ എന്നോട് സംസാരിക്കരുത്, ഈ മലമേൽ കയറി നോക്കി കണ്ടോണം, പൊക്കോണം. വളരെ വേദന തോന്നിപ്പോ. മോശയെ ദൈവം ദ്വേഷിച്ചില്ല. പക്ഷേ മോശയുടെ ആ പ്രത്യേക പ്രവൃത്തിയെ കർത്താവ് പരിശ്ചിതം നിഷേധിച്ചു. അങ്ങനെയുള്ള ചിലതാണ് രണ്ടാമത്തേത്. ചിലതിനെ കർത്താവ് അംഗീകരിക്കുന്നില്ല. ചിലരുടെയൊക്കെ ജീവിതത്തിൽ ചില സംഭവങ്ങളിൽ ചിലത് ദൈവം അംഗീകരിക്കായ്മ, ദൈവത്തിൻ്റെ കയ്യൊപ്പ് ലഭിക്കാഴിക. ഒരുപക്ഷെ നമ്മോട് ദൈവത്തിന് ദ്വേഷമില്ലെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പലതിനെയും ദൈവം പലപ്പോഴും എന്ത് ചെയ്യാം? ദ്വേഷിക്കാം. അതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ചിലതിന് അതീതമായി ദൈവം കൊടുക്കുന്ന പ്രാഥമികതയാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, യേശു കർത്താവിൻ്റെ ശിഷ്യന്മാർ ഒരു വലിയ പുരുഷാരം. ആ പുരുഷാരത്തിൻ്റെ അകത്ത് ആന്തരിക വൃത്തത്തിൽ ഒരു 70 പേര്, അതിനകത്ത് വീണ്ടും 12 പേര്, അതിനകത്ത് വീണ്ടും 3 പേര്, ആ 3 പേർക്കകത്ത് വീണ്ടും ഒരാൾ. യോഹന്നാനെ കർത്താവ് വളരെ ഏറ്റവും അധികം സ്നേഹിച്ചു എന്നാണ് വായിക്കുന്നത്. അതുകൊണ്ട് മറ്റുള്ളവരെ വെറുത്തു എന്നാണോ, അവരെ ദ്വേഷിച്ചെന്നാണോ? അല്ല, അവർക്ക് അതീതമായി ഒരു പ്രാഥമികത ആർക്ക് നൽകി? യോഹന്നാന് നൽകി. ഏതാണ്ട് അതിനോട് ചേർന്നുള്ളതാണ് നാലാമത്തേത്, ചോയ്സ്. ദൈവത്തിൻ്റെ ചില പദ്ധതികൾക്ക് വേണ്ടി ദൈവം ചിലർക്ക് അതീതമായി മുകളിലായി തിരഞ്ഞെടുക്കുന്നു. ഈ വിഷയം ഓർക്കുമ്പോൾ കേവലം ഈ നാലാമത് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തിക്കുവാൻ ദൈവം ചിലർക്കതീതമായി നമ്മിൽ ചിലരെ തിരഞ്ഞെടുത്തു എന്നതുകൊണ്ട് അത് ദൈവത്തിൻ്റെ സമ്പൂർണമായ പ്രസാദമാണെന്ന് കരുതിയേക്കരുത്. ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിക്കണേ.
ദൈവത്തിന് ജീവനില്ലാത്ത വസ്തുക്കളെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കും. ഉദാഹരണം, സഹോദരന്മാരെ, കല്ലിൽ നിന്ന് ഉണ്ടാക്കിയോ? സാത്താൻ പറഞ്ഞില്ലായിരുന്നത്? കഴിയും. ഇല്ല, ഉപയോഗിച്ചു. ദൈവം ഉപയോഗിച്ചതുണ്ട്. എന്തോ? കാറ്റ്. ദൈവം കൽപ്പിച്ചപ്പോൾ കാറ്റ് വന്നു. ശരിയാ. മോശയുടെ വടി. യെരുശലേം ദേവാലയം ശുദ്ധീകരിപ്പാൻ കർത്താവ് ചാട്ടവാറുണ്ടാക്കിയ അവിടെ എങ്ങാണ്ട് കിടന്ന ഒരു കയറ് കഷ്ണം. അടിച്ചെന്നൊന്നും വായിക്കുന്നില്ല, പക്ഷേ ചാട്ടവാർ ഉണ്ടാക്കിയെന്നുണ്ട്. അപ്പോൾ പ്രകൃതി ശക്തികളെയോ പ്രകൃതിയിലുള്ള നിർജീവ വസ്തുക്കളെയോ ദൈവം തൻ്റെ പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്നും ഉപയോഗിക്കും. ഇന്നും ദൈവം അങ്ങനെയുള്ളതിനെ ഉപയോഗിക്കും. അതുകൊണ്ട് ഈ നിർജീവ വസ്തുക്കളെല്ലാം കൂടെ, അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെട്ട സാധനമെല്ലാം കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എന്നോട് ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് ചെന്നാലോ? അതും നിത്യതയുമായിട്ടൊന്നൊരു ബന്ധമില്ല. ആ പ്രത്യേക സന്ദർഭങ്ങളിൽ ദൈവം ചിലതിനൊക്കെ ഉപയോഗിച്ചു. അത് ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യവും സർവാധികാരവുമാണ്. 2, ആത്മാവില്ലാത്ത പ്രാണികളെ, ജീവികളെ, സൃഷ്ടികളെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്, ഇന്നും ഉപയോഗിക്കാം. ആത്മാവില്ലാത്തത്, ജീവൻ മാത്രമേ ഉള്ളൂ. ഉദാഹരണം, കഴുത. അങ്ങനെയുള്ള ഒത്തിരി ഉണ്ട്. പഴയ നിയമത്തിലുണ്ട് കഴുത ദൈവം ഉപയോഗിച്ചത്, പുതിയ നിയമത്തിലുണ്ട് കർത്താവ് ഉപയോഗിച്ച കഴുത. അപ്പോൾ അങ്ങനെയുള്ള എന്തിനെയൊക്കെ കർത്താവ് തൻ്റെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ആത്മാവില്ലാത്തതാണെങ്കിൽ പോലും ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആത്മാവില്ലാത്ത പ്രാണികളെല്ലാം കൂടെ ദൈവരാജ്യത്തിലേക്ക് ചെന്നാലോ? ഒരു രക്ഷയില്ല. ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതൊരു വിഷയമല്ല. 3, ദൈവം ദുരാത്മാക്കളെ ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഉപയോഗിക്കാം. ദുരാത്മാക്കളെ. ഉദാഹരണം, ശൗലിൻ്റെ മേൽ, അല്ലെങ്കിൽ ശൗലിൽ ദൈവം അയച്ചിട്ടൊരു ദുരാത്മാവ് വന്നു. പിന്നെയുമുണ്ട്, ആഹാബ് രാജാവിനെ വഞ്ചിക്കുന്നതിന് വേണ്ടി ദൈവം വിളിച്ചു കൂട്ടിയ സമ്മേളനത്തിൽ ആര് പോയി വഞ്ചിക്കുമെന്നാണ് ചോദിച്ചു. ആര് പോയി അവനെ ശരിപ്പെടുത്തും? അപ്പം പലരും പല രീതിയിൽ പറഞ്ഞു. ഒടുവിൽ ഓരോ ആത്മാവ് വന്നിട്ട് പറഞ്ഞു, ഞാൻ പോയി അവൻ്റെ പ്രവാചകന്മാരുടെ നാവിൽ ഭോഷ്കിൻ്റെ ആത്മാവായിട്ടിരിക്കും. കർത്താവ് പറഞ്ഞു, നിനക്ക് വിജയിക്കാൻ പറ്റും, പൊക്കോളാൻ. ഭോഷ്കിൻ്റെ ആത്മാവ് ഇനിയുമുണ്ട്. ഈ കാലത്തും ദൈവം അങ്ങനെ ഭോഷ്കിൻ്റെ ആത്മാവിനെ സഭയ്ക്കകത്ത് പോലും ഉപയോഗിക്കുന്നുണ്ട്. സംശയമായിരിക്കും അല്ലേ? സഭയ്ക്കകത്ത് പോലും ദൈവം ഭോഷ്കിൻ്റെ ആത്മാവിനെ ഉപയോഗിക്കുന്നു. അതിൻ്റെ ഒരു വർത്തമാനമായ അവസ്ഥയായിരിക്കും മഹാപീഡനകാലത്ത് സംഭവിക്കാൻ പോകുന്നത്, എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത്. അതേക്കുറിച്ച് തെസലോനിക്കർക്കുള്ള 2-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8 തൊട്ടുള്ള, പ്രത്യേകിച്ച് 12 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. സത്യത്തെ വിശ്വസിക്കാത്തവരും സത്യത്തെ സ്നേഹിക്കാത്തവരും സത്യത്തെ അനുസരിക്കാത്തവരുമായ ജനത്തിന് അത് നിമിത്തം സത്യം പറഞ്ഞിട്ട്, ദൈവത്തിൻ്റെ സത്യവചനം പറഞ്ഞിട്ടത് സ്നേഹിച്ച് ഉൾക്കൊള്ളുവാൻ, അനുസരിപ്പാൻ, വിശ്വസിപ്പാൻ കഴിയാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു? ഭോഷ്കിൻ്റെ ആത്മാവിനെ അവർക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് വ്യാജമായ അത്ഭുതങ്ങളുണ്ട്. അതിൻ്റെ താഴെ സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന അയക്കുന്നു. എന്നിട്ട് അതിനു മുമ്പ് അതിൻ്റെ 9 തൊട്ട് വ്യാജമായ സകല ശക്തിയോടും
ഞാൻ അതിൻ്റെ കൂടെ എല്ലാം വ്യാജമെന്നങ്ങ് ചേർത്തോട്ടെ മനസ്സിലാക്കാൻ വേണ്ടി. വ്യാജമായ സകല ശക്തിയോടും വ്യാജമായ സകല അടയാളങ്ങളോടും വ്യാജമായ സകല അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇതിൻ്റെ വർത്തമാനമായ അക്ഷരീകമായ ക്ലൈമാക്സ്, പൂർത്തീകരണം സംഭവിക്കുന്നത് എതിർ ക്രിസ്തുവിൻ്റെ കാലത്താണ്, അധർമ്മമൂർത്തിയുടെ ഭരണകാലത്താണ്. പക്ഷേ അതിൻ്റെ വ്യാപാരം ഇപ്പോഴേ ഉണ്ട്. ആ അധ്യായത്തിൽ പൗലോസ് അതിന് മുമ്പത്തെ വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യാപാരം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. അതിൻ്റെ അധർമ്മമൂർത്തിയുടെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ വ്യാപാരം 1-ാം നൂറ്റാണ്ട് മുതലേ ഉണ്ട്. അത് നൂറ്റാണ്ടുകൾ കഴിയും തോറും എന്ത് ചെയ്യുന്നു? വർദ്ധിച്ചു വരുന്നു. അത് വർത്തമാനമായിട്ട് ഈ അന്തിമ കാലഘട്ടത്തിൽ തീരുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവസഭയ്ക്ക് അന്ത്യകാലഘട്ടത്തിൽ ഒരു ഉണർവ് എന്നതിനേക്കാൾ വിശ്വാസത്യാഗമാണ് സംഭവിപ്പാൻ സാധ്യതയുള്ളത്. ഈ അധ്യായത്തിൽ അത് പൗലോസ് വ്യക്തമാക്കുന്നുണ്ട്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണം എന്ന് ഈ 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യങ്ങൾ പൗലോസ് പറയുന്നു. അപ്പോൾ പാപം പെരുകിയാണ് നാം കാണുന്നത്. പാപം വർദ്ധിച്ചു വരുന്നു. സഭയ്ക്കകത്തും സഭയ്ക്ക് പുറത്തും ലോകത്താകമാനം എല്ലാ സംസ്കാരങ്ങളിലും പാപം പെരുകി വരികയാണ്. എതിർ ക്രിസ്തുവിനെ കുറിച്ച് തിരുവെഴുത്ത് പഠിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, Antichrist will be promoted or will be revealed not as the cause of sin but as the effect of sin. പാപത്തിന് കാരണമായിട്ടല്ല എതിർ ക്രിസ്തു വെളിപ്പെടുന്നത്. അക്ഷരീയമായി അവൻ വെളിപ്പെടുന്നത് പാപത്തിൻ്റെ ഫലമായിട്ടാണ്. നോട്ട് ആസ് ദ കോസ് ബട്ട് ആസ് ദ ഇഫക്റ്റ്, ദ റിസൾട്ട് ഓഫ് സിൻ. പാപം പെരുകി പാപത്തിൻ്റെ തിരത്തള്ളലിലായിരിക്കും ഇവൻ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ പാപം പെരുകി വരുന്നു. ഇതെല്ലാം ദൈവം ദുരാത്മാക്കളെ ഇന്നും ദൈവത്തിൻ്റെ പദ്ധതികൾ നിവർത്തിക്കുവാൻ ലോകത്തിലും അനുസരണം കെട്ടവരുടെ മേലും സഭയ്ക്കകത്തും ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. 4 മടങ്ങി വരുന്നു. 1, ജീവനില്ലാത്ത വസ്തുക്കളെ ദൈവം ഉപയോഗിക്കുന്നു. 2, ആത്മാവില്ലാത്ത ജീവികളെ ദൈവം ഉപയോഗിക്കുന്നു. 3, ദുരാത്മാക്കളെ, ഭൂതാത്മാക്കളെ ദൈവം ഉപയോഗിക്കുന്നു. 4, സാക്ഷാൽ സാത്താനെ തന്നെ ഉപയോഗിക്കുന്നു. സാക്ഷാൽ സാത്താനെ തന്നെ ദൈവം ഉപയോഗിക്കും. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ പിന്നെ ദൈവം അങ്ങോട്ട് പറഞ്ഞു വിട്ടതല്ല, അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ അങ്ങോട്ട് കൊടുത്ത. ഇയ്യോബിൻ്റെ ജീവിതം പറഞ്ഞതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചിട്ട് അവിടെ അങ്ങ് പോയേക്കാം. നമുക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടല്ലോ, ഉണ്ട്, നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്. മറിച്ചൊരു ചോദ്യം, ദൈവത്തിന് നമ്മിൽ വിശ്വാസമുണ്ടോ? വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണത്. ഇയ്യോബിന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നത് മാത്രമല്ല, ദൈവത്തിന് ഇയ്യോബിലും ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ വെറുതെ പറഞ്ഞതല്ല, പുതിയ നിയമത്തിൽ ഒരു ദൃഷ്ടാന്തം ഞാൻ കാണിക്കാം. പത്രോസിന് യേശു കർത്താവിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ കർത്താവിന് പത്രോസിലില്ലായിരുന്നു. മനസ്സിലായോ? കർത്താവ് പറയുന്നുണ്ട്, ശിമോനെ ശിമോനെ, സാത്താൻ നിന്നെ കോതമ്പ് പോലെ പാറ്റിക്കളയേണ്ടതിന് എന്നോട് വന്ന് അനുവാദം ചോദിച്ചു. പക്ഷേ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ചിലർ ചിന്തിക്കും, അയ്യോ സാത്താൻ വന്ന് അവനെ വിട്ടതാന്ന് പറഞ്ഞപ്പം യേശു കർത്താവ് കുനിഞ്ഞു വീണ് കിടന്ന് എൻ്റെ സാത്താനെ അവനെ കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് അപേക്ഷിച്ചെന്നാ. അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം. പിശാചിൻ്റെ കൈകളിൽ ഇവൻ അകപ്പെട്ട്, പത്രോസ് അകപ്പെട്ട്, അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് അവനെ സംരക്ഷിപ്പാൻ അധികാരമുള്ള പിതാവായ ദൈവത്തോട് പത്രോസിന് വേണ്ടി യേശു ക്രിസ്തു അപേക്ഷിച്ചു. അതാണ് അതിൻ്റെ അർത്ഥം, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ പിശാചു വന്ന്
ഇയ്യോബിൻ്റെ വിഷയത്തിൽ ദൈവത്തോട് വെല്ലുവിളി ഉയർത്തിയപ്പോൾ ദൈവം ഒരു പ്രയാസമില്ലാതെ ഒന്നല്ല ഒന്നിലധികം പ്രാവശ്യം അവനെ എന്ത് ചെയ്തു? പിശാചിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു, സ്വാതന്ത്ര്യം കൊടുത്തു. നീ പോയിക്കോ, അവനുള്ളതൊക്കെ നീ തൊട്ടോളാൻ പറഞ്ഞു. അവനെ മാത്രം തൊടരുത്. അവൻ വിജയിച്ചില്ല. ദൈവം ഇയ്യോബിനെ കുറിച്ച് വിശ്വസിച്ചതുപോലെ തന്നെ സംഭവിച്ചു. പിന്നെ വന്നു, അവ പറഞ്ഞു സമ്പത്തിൽ ചിലപ്പോൾ അവന് വലിയ കാര്യം കാണത്തില്ല, ആരോഗ്യത്തെ ശരീരത്തെ തൊട്ട് നോക്കാൻ നേരം അറിയാം. ഞാൻ പറഞ്ഞാൽ ശരി, നീ പോയി അത് നടത്തിക്കോ, പക്ഷെ അവൻ്റെ ജീവനെ മാത്രം തുടരുന്നത്. അത് മരിക്കാൻ അനുവദിക്കരുത്, കൊല്ലരുത് തന്നെ, അതിന് നിനക്ക് അനുവാദമില്ല, ബാക്കി എന്തും ചെയ്യാം. അപ്പോൾ ദൈവത്തിന് ഇയ്യോബിൽ അത്ര വിശ്വാസമായിരുന്നു. പക്ഷെ ഇതുപോലെ തന്നെ വന്ന് അനുവാദം ചോദിച്ചത് പത്രോസിന് വേണ്ടി. കർത്താവ് പറഞ്ഞു വേണ്ട. കാരണം അങ്ങനത്തെ ഒരു പരീക്ഷണ ഘട്ടത്തിൽ പിടിച്ചു നിൽപ്പാൻ പത്രോസിന് കഴിയുകയില്ല എന്ന് കർത്താവ് അറിഞ്ഞു. ആ നിലയിൽ അവനിൽ കർത്താവിന് വിശ്വാസമില്ലായിരുന്നു. അതുകൊണ്ട് ഇയ്യോബിൻ്റെ കാര്യം ഇടയ്ക്കൊന്ന് പറഞ്ഞതുകൊണ്ട് ഞാനങ്ങ് ചോദിച്ചെന്നേ ഉള്ളൂ. എപ്പോഴും ചോദിച്ചേക്കണം, ദൈവമേ നിനക്ക് എന്നിൽ വിശ്വാസമുണ്ടോ? ഇന്നത്തെ അവസ്ഥ എങ്ങനെയുണ്ട്? പിശാച് വന്ന് നമുക്ക് വേണ്ടി വാദിക്കുമ്പോൾ നമ്മിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരത അതിനെ തിരിച്ചറിഞ്ഞിട്ട് കർത്താവ് നമ്മളെ എടുത്ത് സാത്താൻ്റെ കൈകളിലേക്ക് ഇന്നാന്നും പറഞ്ഞ് എറിഞ്ഞു കൊടുക്കുമോ? അതോ പത്രോസിനെ പോലെ വേണ്ട വേണ്ടെന്നും പറഞ്ഞ് സംരക്ഷിക്കുമോ? ഓക്കെ, സാത്താനെ തന്നെ ദൈവം പലതിനും എന്തു ചെയ്യും? ഉപയോഗിക്കും. സാത്താനെ തന്നെ അനുവദിക്കാറുണ്ട് ദൈവം. ഏദനിൽ പോലും സാത്താനെ എന്ത് ചെയ്തു? അനുവദിച്ചു. നാം കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനത്തിൻ്റെ 6-ാമത്തെ അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈ പാപം ചെയ്ത മനുഷ്യനെ പൗലോസ് ജഡസംഹാരത്തിനായി സാത്താനെ ഏൽപ്പിക്കുന്നു. അപ്പോൾ സാത്താനെ പോലും ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റും. 5, അനുസരണം കെട്ടവരെയും ദൈവത്തിന് പൂർണ്ണമായി കീഴ്പ്പെടാത്തവരെയും ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി നിവർത്തിക്കാത്തവരെയും ദൈവത്തിന് തൻ്റെ ഹിതത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ സാധിക്കും. ഉപയോഗിക്കുവാൻ സാധിക്കും. നല്ലൊരു ഉദാഹരണം, ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. നല്ലൊരു ഉദാഹരണമാണ് നാം യെശയ്യാ 45 വായിക്കുന്നത്. കർത്താവ് അവിടെ ഒരുത്തനെ അഭിഷിക്തൻ എന്ന് വിളിക്കുന്നുണ്ട്. ആരെയാ? കോരശനെ. ആരാ കോരശൻ? മേദ്യ പേർഷ്യൻ രാജാവാ. യഹൂദനല്ല, തിരഞ്ഞെടുക്കപ്പെട്ടവനല്ല, വിജാതീയനാ. പക്ഷെ അവനെ കർത്താവ് വിളിച്ചത് എൻ്റെ ദാസനായ, എൻ്റെ അഭിഷിക്തനായ കോരശെന്ന. കാരണം എന്താ? ദൈവത്തിൻ്റെ ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടി അവനെ ഉപയോഗിച്ചു. അതിനു മുമ്പ് ബാബിലോണ്യരെ അങ്ങനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, ചിലർക്ക് അപ്പുറത്തായിട്ട് നമ്മെ ദൈവത്തിൻ്റെ ചില പദ്ധതികളുടെ നിവർത്തിക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചു എന്നതുകൊണ്ട് നമുക്കതിൽ പ്രത്യേകിച്ച് പ്രശംസിക്കാനും പുകഴാനും കോളർ പിടിച്ചിടാനും ഒന്നുമില്ല. സ്തോത്രം. ദൈവത്തിന് നമ്മിൽ പ്രസാദമുണ്ടായിരിക്കുക, അതിനുള്ള അനുഭവത്തിൽ അവസ്ഥയിൽ നാം ജീവിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, ആ ഭാഗം വിടട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ വെറുപ്പ് എന്നതിൻ്റെ ഈ 4 അർത്ഥങ്ങളാണ് നാം കണ്ടത്. 1, അനുരഞ്ജനമില്ലാതെ ശത്രുതാ മനോഭാവത്തോടെ ക്രോധത്തോടുകൂടെ ദൈവം ഇടപെടുന്നു. അത് പ്രധാനമായും പാപത്തോടാണ്. അടുത്ത ഭാഗം നമുക്കത് ചിന്തിക്കാം. 2, തൽക്കാല അവസ്ഥയെ കർത്താവ് അംഗീകരിക്കാത്ത നിലപാട്. 3, ദൈവം കൊടുക്കുന്ന പ്രാഥമികത. യേശാവിൻ്റെയും യാക്കോബിൻ്റെയും തിരഞ്ഞെടുപ്പ് വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയായ മശിഹയെ ലോകത്തിലേക്ക് അവതരിപ്പിക്കുക എന്ന പദ്ധതിക്ക് വേണ്ടി ദൈവം യേശാവിനെ അല്ല, പ്രത്യുത യാക്കോബിനെയാണ് തിരഞ്ഞെടുത്തത്. അപ്പോൾ
പ്രയോറിറ്റിക്ക്. അതുപോലെ തന്നെ ചോയ്സ്, ദൈവത്തിൻ്റെ ഓരോരോ കാലഘട്ടത്തിൽ പദ്ധതികൾ നിവർത്തിക്ക് വേണ്ടി ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നു, ചിലരെ ദൈവം അതിൽ ഉൾപ്പെടുത്താറില്ല. അതാണ് ദൈവത്തിൻ്റെ ഹേറ്റഡിൻ്റെ, ദൈവത്തിൻ്റെ വെറുപ്പിൻ്റെ വിവിധമായ അർത്ഥ തലങ്ങൾ. ഇനി നമുക്ക് അടുത്ത ഭാഗത്ത് ദൈവം വെറുക്കുന്ന വിഷയങ്ങളുടെ പട്ടികയിലേക്ക് ഇതും കൂടെ കഴിഞ്ഞിട്ട് നമ്മൾ വരത്തുള്ളൂ. അതിനു മുമ്പ് അടിസ്ഥാനപരമായി ദൈവം ദ്വേഷിക്കുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതിനു മുമ്പ് നമ്മൾ ചിന്തിച്ച ദൈവത്തിൻ്റെ ഹേറ്റഡ്, വെറുപ്പിലെ, ദ്വേഷത്തിലെ ഏറ്റവും ആദ്യത്തെ ഘടകം അതെന്താണ്? പാപം. ദൈവം അടിസ്ഥാനപരമായി വെറുക്കുന്നത് എന്തിനെയാണ്? പാപത്തെയാണ്. അത് പഴയ നിയമകാലത്തും അങ്ങനെ തന്നെ, പുതിയ നിയമകാലത്തും അങ്ങനെ തന്നെ, എല്ലാ ഭൂഖണ്ഡങ്ങളിലും അങ്ങനെ തന്നെ. ഏഷ്യയിലായാലും ആഫ്രിക്കയിലായാലും സൗത്ത് അമേരിക്കയിലായാലും നോർത്ത് അമേരിക്കയിലായാലും എവിടെയായാലും പാപത്തോടുള്ള ദൈവത്തിൻ്റെ മനോഭാവത്തിന് എന്തില്ല? ഒരു മാറ്റവും ഇല്ല. അത് വെറുപ്പ് തന്നെയാണ്. എന്താണ് പാപം എന്ന് നമുക്ക് പൊതുവായിട്ടൊന്ന് നോക്കാം. പാപത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും മൂലഭാഷയിലുള്ള അർത്ഥമൊക്കെ. പാപം ഞാൻ അതുകൊണ്ട് ഇവിടെ എഴുതിയിട്ടില്ല, ധാരാളം കേൾക്കാറുള്ളതാണ്. പാപത്തിന് പ്രത്യേകിച്ച് പുതിയ നിയമത്തിൻ്റെ മൂലഭാഷയിൽ പറയുന്ന ഒരു പ്രത്യേക വാക്കുണ്ട്, ഹമാട്ടിയ. ഗ്രീക്കിൽ ഹമാട്ടിയ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ മിസ്സിങ് ദ മാർക്ക് അല്ലെങ്കിൽ മിസ് ദ മാർക്ക്. ഇന്നാണെങ്കിൽ ഷൂട്ടേഴ്സ് ഉണ്ട്. പണ്ട് ഈ അമ്പെയ്ത്തുകാരായിരുന്നു ഒളിമ്പിക്സിലൊക്കെ ഉണ്ടായിരുന്ന. ഇപ്പോൾ നമുക്കറിയാം, അതിന് ഏതെങ്കിലും ഒരു സ്ക്രീനിലോ ഒരു ഭിത്തിയിലോ ഒരു പ്രത്യേക സ്ഥലത്ത് ഏതെങ്കിലും ഒരു പ്രത്യേക ബിന്ദു അല്ലെങ്കിൽ ഒരു പ്രത്യേക വൃത്തം അവർക്ക് വേണ്ടി വരയ്ക്കും. കൃത്യ ദൂരത്ത് നിന്നുകൊണ്ട് ആ പ്രത്യേക സ്ഥലത്ത് കൊള്ളത്തക്കവണ്ണം ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നവർ എന്ത് ചെയ്യണം? അമ്പെയ്യണം. ഇപ്പോഴാണെങ്കിൽ ഷൂട്ട് ചെയ്യണം, വെടിവെക്കണം. റഫറി ഉണ്ട്. ഈ റഫറി അല്ലെങ്കിൽ ഈ അമ്പയർ അവിടെ നിന്നിട്ട് ഇത് ലക്ഷ്യസ്ഥാനത്തെത്തിയില്ല എങ്കിൽ, ആ നിർദ്ദിഷ്ട ബിന്ദുവിൽ ഈ അമ്പ് ശരം ചെന്ന് പതിച്ചില്ലെങ്കിൽ, അപ്പോൾ ഈ റഫറി വിളിച്ചു പറയും ഹമാട്ടിയ എന്ന് പറഞ്ഞാൽ മിസ്ഡ് ദ മാർക്ക്. ആ പ്രത്യേക എത്തേണ്ട സ്ഥലത്ത് സംഭവം എത്തിയില്ല. ആ വാക്കാണ് പുതിയ നിയമത്തിൽ, വേദപുസ്തകത്തിൽ പാപം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്, ഹമാട്ടിയ. അപ്പോൾ ലക്ഷ്യം തെറ്റുക എന്ന് വളരെ സരളമായ നിർവചനം നമുക്ക് കൊടുക്കാം പാപത്തിന്. ലക്ഷ്യം തെറ്റുക, ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് അകന്നു മാറുക. ഇത് പാപമാണ്. അതാണ് ഏറ്റവും സരളമായ പൊതുവായ അർത്ഥം. ഞാൻ മറ്റ് രണ്ട് നിർവചനങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഞാൻ എവിടെയോ വായിച്ചതാണ്, ഒന്നാമത് ഞാൻ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത് ഞാൻ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഉള്ളിൽ കർത്താവ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് പ്രകാശിപ്പിച്ച ഒരു ചിന്തയാണ്. ഒന്നാമത്തെ ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന പാപത്തിൻ്റെ അർത്ഥം, ഇറ്റ്സ് നോട്ട് മിയർ ബ്രേക്കിംഗ് ഗാഡ്സ് കമാൻഡ്സ്, ബട്ട് റാദർ sin is wrecking the loving heart of the loving father. കേവലം ദൈവത്തിൻ്റെ ഒരു കൽപ്പനയെ ലംഘിക്കുന്നതായി മാത്രം നാം എന്ത് ചെയ്യരുത്? പാപത്തെ കാണരുത്. പാപം കൽപ്പനാ ലംഘനത്തിനും അതീതമാണ്. ഇവിടെ ആ ചിന്തകൻ, ഭക്തൻ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഒരു കൽപ്പനയെ ലംഘിക്കുക എന്നതിനേക്കാൾ ഒരു സ്നേഹപിതാവിൻ്റെ സ്നേഹപൂരിതമായ ഹൃദയത്തെ ഉടച്ചു കളയുന്നതാണെന്ത്? പാപം. അതുകൊണ്ടാണ് ഞാൻ താഴെ എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് മെഷേർഡ് ഓൺലി വിത്ത് ഇറ്റ്സ് കോൺസിക്വൻസസ് ഓൺ ദ സിന്നർ മാൻ, ബട്ട് ഇറ്റ് ഈസ് മെഷേർഡ്, or its seriousness is understood by the effect of that particular sin upon God.
കൽപ്പനാലംഘനമാണെങ്കിൽ അത് ലംഘിച്ചവന് അതിൻ്റെ ശിക്ഷ ലഭിക്കുമെന്നേ ഉള്ളൂ. അതുകൊണ്ട് നാം പാപത്തെക്കുറിച്ച് കാണുമ്പോൾ കൽപ്പന ലംഘിച്ച് ശിക്ഷിക്കപ്പെട്ടവനെന്ന ചിന്ത കളയരുത്, അത് വേണം. പക്ഷെ അതിലും ഉപരിയായി സ്നേഹപിതാവായ ദൈവത്തിൻ്റെ നമ്മോടുള്ള സ്നേഹഹൃദയത്തെ നാം പാപം നിമിത്തം ഉടച്ചു കളയുന്നു എന്ന അർത്ഥത്തിൽ നാം ചെയ്യുന്ന ക്രിയ ദൈവത്തിൻ്റെ മേൽ ചെലുത്തുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന ഒരു വലിയ ക്ഷതമുണ്ട്, ഒരു വലിയ വേദനയുണ്ട്. പാപം ദൈവത്തിൽ ക്രോധം മാത്രമല്ല, അതിനേക്കാൾ കൂടുതലും ദുഃഖമാണ് ജനിപ്പിക്കുന്നത്. ആ നിലയിൽ നാം പാപത്തെ കാണണം. By default, sin generates wrath, fury in the holy God. Of course it's there. But moreover, that hurts God's loving heart. Puts God's heart in severe pain for his loving creation. ദൈവത്തിൻ്റെ സ്നേഹ സൃഷ്ടി ദൈവത്തിൻ്റെ ഹൃദയത്തെ ഇച്ഛകൾക്ക് വിരുദ്ധമായി പോയി ദൈവഹൃദയത്തെ ഉടച്ചു കളയുമ്പോൾ ആ പിതൃഹൃദയത്തിന് ഏൽക്കുന്ന ആഘാതം, ആ ദുഃഖം നാം അറിയാതിരിക്കരുത്. പലപ്പോഴും നാം ചിന്തിക്കുന്നത് പാപം ദൈവത്തിൽ ക്രോധം മാത്രം ജനിപ്പിക്കുന്നു എന്ന്. അല്ല, ക്രോധം ജനിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ എന്താ ജനിപ്പിക്കുന്നത്? വേദനയാ, ദുഃഖമാ. അത് ഉടച്ചു കളയുന്നതാ. പഴയ ആൾക്കാരൊക്കെ പരിപ്പും പപ്പടവും കൂടെ ഇട്ട് ഉണ്ണുന്നത് പോലെ, ആ പപ്പടം പിടിച്ച് ഉടയ്ക്കുന്നത് പോലെ, കപ്പൽ ഛേദത്തിൽ അകപ്പെടുന്നത് പോലെ, കപ്പൽ ഇടിച്ച് തകരുന്നത് പോലെ ദൈവത്തിൻ്റെ ഹൃദയത്തിന് നാം ചെയ്യുന്ന പാപം ആഘാതമേൽപ്പിക്കുന്നു. ദൈവം വരുത്തുന്നത് ഞാൻ അനുഭവിച്ചോളാം എന്നും പറഞ്ഞ് പോകുന്നതിനേക്കാൾ, അയ്യോ എന്നോട് സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ്റെ ഹൃദയത്തിന് ഞാൻ ഇത്രയും വേദന വരുത്താൻ പാടില്ലല്ലോ എന്ന ചിന്തയായിരിക്കണം പാപത്തിൻ്റെ വിഷയത്തിൽ നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ sin is not a mere breaking of God's commandment, rather it is wrecking the loving heart of the loving Father. രണ്ടാമതൊരു നിർവചനം നമുക്കവിടെ ഉള്ളത്, sin is a living reality, present. Next, sin is a living reality, present in each and every member of our body, which stimulates or motivates us to rebel against two things. First of all, against the sovereign nature of God, and then against the sovereign will of God. മനസ്സിലാവുന്നുണ്ടോ? Sin is a living reality. ഇതൊരു പാപം എന്ന് പറയുന്നത് ഒരു പച്ച യാഥാർത്ഥ്യമാണ്, ഒരു തികഞ്ഞ സത്യമാണ്. എവിടെയാണ് ഇത് വസിക്കുന്നത്? എവിടെ പാപം വസിക്കുന്നത്? ഇൻ ഈച്ച് ആൻഡ് എവ്രി മെമ്പർ ഓഫ് അവർ ബോഡി, തലമുടി നാരിഴ മുതൽ കാൽപാദത്തിൻ്റെ അടിയിലെ കോശങ്ങൾ വരെയുള്ള മുഴുവൻ അവയവങ്ങളിലും എന്തു വസിക്കുന്നു? പാപം വസിക്കുന്നു. ഇതെന്താ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ അത് ഞാൻ മുറിച്ച് പറയാം. നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിലും വസിക്കുന്ന യാഥാർത്ഥ്യമാണ് പാപം. അതെന്താ ചെയ്യുന്നത്? ദൈവത്തിൻ്റെ സോവറിൻ നേച്ചർ, ദൈവത്തിൻ്റെ സർവാധികാരമായ അല്ലെങ്കിൽ പരമമായ സ്വഭാവം, പ്രകൃതത്തോടും ദൈവത്തിൻ്റെ പരമമായ ഇഷ്ടത്തോടും മത്സരിക്കത്തക്കവണ്ണം നമ്മുടെ അല്ലെങ്കിൽ നമ്മെ ഇത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും, നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് ചേർത്ത് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ പരിശുദ്ധനായ
അല്ലെങ്കിൽ സർവാധികാരിയായ ദൈവത്തിൻ്റെ പരമമായ സ്വഭാവത്തിനും പരമമായ ഇഷ്ടത്തിനുമെതിരെ മത്സരിക്കത്തക്കവണ്ണം മനുഷ്യനെ പ്രേരിപ്പിച്ചും നിർബന്ധിച്ചും കൊണ്ട് അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിലും വസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ത്? പാപം. സിൻ. ഇറ്റ്സ് എ ലിവിങ് റിയാലിറ്റി present or found in each and every member of the body of each and every man, woman, child, youth. And what does it do? It compels us, motivates us, stimulates us to rebel against God's sovereign nature and his sovereign will. എന്തുവാ ദൈവത്തിൻ്റെ പരമമായ സ്വഭാവം എന്ന് പറയുന്നത്? What is God's sovereign nature? Holiness, പരിശുദ്ധി. എന്താണ് ദൈവത്തിൻ്റെ പരമമായ ഹിതമെന്ന് പറയുന്നത്? ദൈവത്തിൻ്റെ പരമമായ ഹിതം എന്തുവാ? എഴുതിയിട്ടുണ്ടല്ലോ അവിടെ. അവർ സാങ്ക്ടിഫിക്കേഷൻ, നമ്മുടെ സ്തോത്രം, ശുദ്ധീകരണം. അപ്പോൾ God's sovereign nature is God being holy, holiness, and God's sovereign will is our sanctification, sanctification. ലോകവുമായി ബന്ധപ്പെട്ടല്ല ഞാനിവിടെ പറയുന്നത്. ലോകവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, അതായത് രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത സഭയ്ക്ക് പുറത്തുള്ള ജനവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ദൈവത്തിൻ്റെ പരമമായ ഹിതം എന്ന് പറയുന്നത് മാനസാന്തര. If we take into account the world outside the church, the unregenerated society, human society, then for them God's sovereign will is their repentance. എൻ്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ? ഉണ്ട്. പ്രയാസമുണ്ട് തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? പ്രയാസമാണോ? ആണെങ്കിലാണെന്ന് പറഞ്ഞേക്കണേ. ഇച്ചിരൂടെ സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ചില കാര്യങ്ങൾ നമ്മൾ കനം കുറയ്ക്കാൻ ഒക്കത്തില്ല, കട്ടി കുറയ്ക്കാൻ ഒക്കത്തില്ല. കട്ടി കുറച്ചാൽ പിന്നെ അത് ഇല്ല. അപ്പോൾ ദൈവത്തിൻ്റെ പരമമായ ഹിതം, ലോകത്തിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരമമായ ഹിതം എന്താണ്? മാനസാന്തരം. Repentance is God's sovereign will for the unregenerated world. That is found in Acts chapter 17 verses 30 and 31. എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം കൽപ്പിക്കുന്നു. അപ്പോൾ മാനസാന്തരം അപ്പോൾ ലോകത്തിന് വേണ്ടിയുള്ളത്. എന്നാൽ സഭയ്ക്ക് വേണ്ടിയുള്ളതോ? ബട്ട് വാട്ട് അബൌട്ട് ദ ചർച്ച്? വാട്ട് ഈസ് ഗാഡ്സ് അറ്റ്മോസ് വിൽ, ദ സോവറിൻ വിൽ ഫോർ ഗാഡ്സ് പീപ്പിൾ, ദ ചർച്ച്? സാങ്ക്ടിഫിക്കേഷൻ. രണ്ട് വാക്യങ്ങളൊന്ന് വായിച്ചുള്ളൂ, അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. Ephesians 1 verse 4. മറ്റൊരാൾ ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 4 വേഴ്സ് 3 to 8 ഉണ്ട്. 3 മാത്രം വായിച്ചാൽ മതി. തെസ്സലോനിക്ക ലേഖനത്തിൽ നാം വായിക്കുന്നതാണ്, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ആരോടാ പറയുന്നത്? ഇത് ലോകക്കാരോടാണോ? അല്ല, രക്ഷിക്കപ്പെട്ടവരോടാ, സഭയോടാ പറയുന്നത്. അതിൻ്റെ താഴത്തെ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നെങ്കിൽ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ചെങ്കിൽ അക്ഷയരായിട്ട് ഉയർക്കുകയും ഇല്ല ജീവനോടെ ഇരിക്കുകയാണെങ്കിൽ രൂപാന്തരപ്പെടുകയും ചെയ്യുവാൻ പോകുന്ന ഒരു കൂട്ടരോടാണ് 3-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറഞ്ഞത്. പറക്കാനിരിക്കുകയാണെങ്കിലും ഉയർക്കാനുള്ളതാണെങ്കിലും രൂപാന്തരപ്പെടാനിരിക്കുകയാണെങ്കിലും അതുവരെ ദൈവം നമ്മിൽ നിന്ന് എന്താഗ്രഹിക്കുന്നു?
നാം ശുദ്ധീകരണം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. സ്തോത്രം. എഫേസ്യ ലേഖനം 1:4 കൂടെ 1:4 എഫേഷ്യൻസ്. യേശുക്രിസ്തുവിലൂടെ പിതാവായ ദൈവം നമ്മെ ലോകസ്ഥാപനത്തിന് മുൻപേ തെരഞ്ഞെടുത്തു. എന്തിനാ? നാം തിരുസന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. സ്തോത്രം. വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പോൾ ദൈവത്തിൻ്റെ വിശുദ്ധി നാം പ്രാപിക്കത്തക്കവണ്ണം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതാണ് നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമമായ ഹിതം, ഏറ്റവും കാതലായ ദൈവഹിതം. നാം കേവലം യേശുവിൽ വിശ്വസിച്ച് സഭയിൽ ബൈബിളൊക്കെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ചിരിച്ചുകൊണ്ട് ഞാൻ എന്ന് തൊട്ട് യേശുവിനെ സ്വീകരിക്കുന്നു, ഞാൻ അടുത്ത ആഴ്ച സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞ് സ്നാനപ്പെട്ട് എല്ലാവർക്കും ഒരു ഊണും കൊടുത്തിട്ട് പോകാനല്ല ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള പരമമായ ഹിതം. അതൊക്കെ അതിൻ്റെ തുടക്കമാണ്. എന്നാൽ കേവലം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക എന്നുള്ളതല്ല, കേവലം നമുക്ക് ലഭിക്കുന്നതിൻ്റെ ഭൗതിക നന്മയുടെ വിഹിതം സുവിശേഷ വേലയ്ക്ക് കൊടുക്കുക എന്നുള്ളതുമല്ല. ഞായറാഴ്ച വന്നിട്ട് ഒരു അരമണിക്കൂർ എഴുന്നേറ്റ് നിന്ന് കയ്യും പൊക്കി AC ഹാളിനകത്ത് വിയർക്കുന്നത് പോലെ ജമ്പ് ചെയ്തും എക്സസൈസ് കാണിച്ചും ഉച്ചത്തിൽ പാട്ട് പാടിയും ദൈവത്തിന് സ്തുതി അർപ്പിക്കുക എന്നുള്ളതും അല്ല നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പരമമായ ഹിതം. അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. അതൊന്നുമല്ല നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആത്യന്തിക ഇഷ്ടം. പിന്നെന്താണ്? നാം ശുദ്ധീകരണം പ്രാപിക്കണം. ആ തെസ്സലോനിക്ക ലേഖനത്തിൻ്റെ 4:7 കാണുന്നുണ്ടോ? ദൈവം നമ്മെ എന്തിനല്ല വിളിച്ചത്? അശുദ്ധിക്കല്ല, വിശുദ്ധിക്കത്ര വിളിച്ചത്, അല്ലെങ്കിൽ വിശുദ്ധീകരണത്തിനത്ര വിളിച്ചത്. അതുകൊണ്ടാണ് കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 7:1 പൗലോസ് പറഞ്ഞത്, ഈ വാഗ്ദത്തങ്ങൾ 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് നാം എന്ത് ചെയ്യുക? നിങ്ങളും കൊണ്ട് എൻ്റെ കൂടെ വാ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉറക്കം വന്നേക്കാം. ആരാ ചെയ്യേണ്ടത്? നാം തന്നെ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത് എങ്ങനെയാ? കർത്താവേ, ആത്മാവിലെയും ജഡത്തിലേക്ക് അന്മഷങ്ങളെ നീക്കണമെന്നല്ലേ? ദൈവത്തെ അങ്ങ് ഏൽപ്പിക്കും, എന്നിട്ട് നമ്മൾ കയ്യും കെട്ടി ഇരിക്കും. നാമാ ചെയ്യേണ്ടത്. വെറുതെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ കയ്യും കെട്ടി ഇരിക്കാനുള്ളതല്ല ആത്മീയ ജീവിതം. പിന്നെന്താ? നമുക്ക് സാധ്യമല്ലാത്തതിന് നമ്മെ പ്രാപ്തരാക്കുന്ന ദൈവകൃപയുടെ അകമ്പടിയോടെ സഹായത്തോടുകൂടെ നാം വിശുദ്ധ ജീവിതം ബോധപൂർവം മനഃപൂർവമായി നയിക്കുന്നതാണ്. സ്തോത്രം. ബോധപൂർവമായി മനഃപൂർവമായി നയിക്കുന്നതാണ്. ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയിരിക്കുന്ന കുറേ ഉപദേശങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. റാഡിക്കൽ ഗ്രേസുകാരും ഗ്രേസ് കമ്മ്യൂണിറ്റിക്കാരും ഒക്കെ ഇൻ്റർനെറ്റ് ചാനലുകളിലും പലയിടത്തുമൊക്കെ അവരൊക്കെ പ്രസംഗങ്ങളും ലേഖനങ്ങളും സോഷ്യൽ മീഡിയയിലും പലയിടത്തും വാദങ്ങളും സംവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. കേരളത്തിൽ ചില TV ചാനലുകളിലും അതേക്കുറിച്ചുള്ള സംവാദങ്ങൾ വളരെ ആക്റ്റീവായിട്ട് നടക്കുന്നു. അതിൽ ഒരു മഹാനി കഴിഞ്ഞിടയ്ക്ക് മറ്റോ പ്രസംഗിച്ചു പോലും, അതും ചില പത്രമാസികകൾ അച്ചടിച്ചു വന്നിട്ടുണ്ട്. യേശുവിൻ്റെ രക്തം നമ്മളായിരിക്കുന്ന കെട്ടിടത്തിന് ചുറ്റും അല്ലെങ്കിൽ നമ്മൾ പാർക്കുന്ന വീട്ടിൽ അപ്ലൈ ചെയ്താൽ അതിനകത്ത് അവിടെ അവരുപയോഗിച്ച വാക്ക് എന്നോട് ഉപയോഗിക്കുന്നില്ല, അസാൻമാർഗികമായ ചില സംഗതികൾ അതിനകത്ത് നടന്നാലും കുഴപ്പമില്ലെന്ന്. യേശുവിൻ്റെ രക്തം
അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ വീട്ടിനകത്തോ കെട്ടിടത്തിനകത്തോ അസാൻമാർഗികമായ കാര്യങ്ങൾ നടന്നാൽ പോലും, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് അതല്ല, മറ്റൊരു വാക്കാണ്, ഞാനത് കുറച്ചുകൂടെ മാന്യമായ ഒരു വാക്ക് ഉപയോഗിച്ചെന്നേ ഉള്ളൂ, കാര്യങ്ങൾ നടന്നാലും കുഴപ്പമില്ലെന്ന്. നമ്മുടെ ഇടയിൽ തെറ്റായ ഒത്തിരി പ്രയോഗങ്ങൾ ഈ നിലകളിൽ ചെയ്യാറുണ്ട്. നമ്മളൊക്കെ മിക്കപ്പോഴും നമ്മൾ വീട് പൂട്ടി, ചിലപ്പോൾ ഇന്ന് ഇങ്ങോട്ട് വരാൻ നേരവും നിങ്ങൾ ഇറങ്ങിയപ്പോൾ പ്രാർത്ഥിച്ച് കാണും, കർത്താവേ ഞങ്ങൾ വിട്ടിട്ട് പോകുന്ന ഭവനത്തെയും വസ്തുവകളെയും നിൻ്റെ രക്തത്താൽ ഞങ്ങൾ മുദ്രയിടുന്നെന്ന്. ചിലപ്പോൾ പെർമിഷൻ ഇല്ലാത്തിടത്ത് ഇല്ലീഗലായിട്ടുള്ള പാർക്കിംഗ് എവിടെയെങ്കിലും നടത്തിയിട്ട് വരുമ്പം ചിലപ്പം ദൂതന്മാരോട് കൽപ്പിച്ചിട്ട് പോരും, ചിലപ്പം യേശുവിൻ്റെ രക്തവും തളിച്ചിട്ട് പോരും. സത്യം പറയട്ടെ, യേശുവിൻ്റെ രക്തം, ആ രക്തത്താലുള്ള മുദ്ര എന്നൊരു ചിന്ത പുതിയ നിയമത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തോ പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ? അത് അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവാൽ ജയിച്ചു എന്നാണ് നമ്മുടെ വായിക്കുന്നത്. രക്തത്താലുള്ള മുദ്രീകരണം നാം ഇസ്രായേലിൽ പെസഹായുടെ വിഷയത്തിലാണ് കാണുന്നത്. പുതിയ നിയമത്തിൽ സഭാ കാലയളവിൽ ഇനിയും ആ പറയുന്ന വെളിപ്പാട് പുസ്തകത്തിലെ ആ പ്രയോഗവും എപ്പോഴാ? സഭാ കാലയളവിലാണോ അതിന് ശേഷമാണോ? അതിന് ശേഷമാണ്. സഭാ കാലയളവിൽ അതുമില്ല. സഭാകാലയളവിൽ ദൈവത്തിൻ്റെ ജനത്തെ, സഭാജനത്തെ, ദൈവമക്കളെ മുദ്രയിടുന്നത് എന്തോ കൊണ്ടാ? പരിശുദ്ധാത്മാവിനാലുള്ള മുദ്രയാണ്, രക്തത്താലല്ല. രക്തത്താൽ വീണ്ടെടുപ്പാണ്, വിലയ്ക്ക് വാങ്ങല. പരിശുദ്ധാത്മാവ്, രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് കൊണ്ട് മുദ്രയിടുന്നു, ഇട്ടു സൂക്ഷിക്കുന്നു. എഫേസ്യർ 1:14 4:30 ഒക്കെ നാം അതാ കാണുന്നത്, പരിശുദ്ധാത്മാവിനാലുള്ള മുദ്ര. ഇനിയും പഴയ നിയമത്തിൻ്റെ രീതി അനുസരിച്ച് യേശുവിൻ്റെ രക്തത്താൽ നമ്മളെ മുദ്ര ഇട്ടെന്ന് വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ രക്തത്താലുള്ള മുദ്ര ഏൽപ്പിക്കുവാൻ നമ്മയാണോ ദൈവം ഏൽപ്പിച്ചേക്കുന്നത്? We apply the blood of Christ. യേശുവിൻ്റെ രക്തം ഞങ്ങൾ തളിക്കുന്നു, ഞങ്ങൾ പുരട്ടുന്നു എന്നൊക്കെ നാം പ്രാർത്ഥിക്കാറും പ്രസംഗിക്കാറും ഒക്കെ ഉണ്ട്. യേശുവിൻ്റെ രക്തം നമ്മയാണോ കർത്താവ് ഏൽപ്പിച്ചേക്കുന്നത്? അല്ല. നമുക്കതിൻ്റെ മേൽ ഒരു അധികാരമില്ല. യേശുവിൻ്റെ രക്തത്താൽ ഇനിയും ഒരാളിനെ ദൈവം മുദ്ര ഇടുന്നെന്നിരുന്നോട്ടെ, കുഴപ്പമില്ല. ഇടുന്നെങ്കിൽ പോലും അതാരല്ല? പ്രയാസം തോന്നുന്നുണ്ടായിരിക്കും അല്ലേ? ആരല്ല ഏൽപ്പിക്കുന്നത് മുദ്ര? നാമല്ല. യേശുവിൻ്റെ രക്തം ആരുടെ കസ്റ്റഡിയിലായിരിക്കുന്നത്? പിതാവായ ദൈവത്തിൻ്റെ, നമ്മുടെ ആരുടെ കയ്യിലല്ല. ഒരു സഭാ നേതാവിനെയും, ഒരു അഭിഷിക്തൻ എന്ന് പറയുന്നവരെയും, ഒരു പാസ്റ്ററെയും, ഒരു പ്രസംഗകനെയും, ഒരു ക്രൂസൈഡറെയും യേശുവിൻ്റെ രക്തം കർത്താവ് ഏൽപ്പിച്ചിട്ടില്ല. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ വീട് വിട്ടിട്ട് പോകുമ്പോൾ വീടിന് ചുറ്റും തളിക്കാനും, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് പോരുമ്പം വണ്ടിയിൽ ഒഴിക്കാനും ഒന്നും ഉള്ളതല്ല. നാം അതിങ്ങനെ കേട്ട് പഠിച്ച് വച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് നാം അറിയാതെ ചെയ്തു പോയേക്കാം. ഇനിയുമുള്ള സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചേക്കുക. ഞാൻ അതുകൊണ്ട് ഇടയ്ക്ക് കയറിയെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ കാലത്ത് ഞാൻ പറഞ്ഞു വന്നത്, കൃപ എന്ന വാക്കിനെ തെറ്റിദ്ധരിപ്പിച്ച് കൃപയും
യേശുവിൻ്റെ രക്തമൊക്കെ ഇവരുടെ പോക്കറ്റിലിരിക്കുന്ന സാധനങ്ങളാണെന്നുള്ള നിലയിൽ ഇവർക്കിഷ്ടമുള്ളിടത്തൊക്കെ പറഞ്ഞും അത് അപ്ലൈ ചെയ്തും എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നുള്ള ഒരു നിലയിലേക്ക് ദൈവസഭയെ നാശത്തിലേക്ക് തള്ളിയിടുന്ന ഒരു കൂട്ടർ ഈ കാലത്ത് വളരെ ശക്തിയോടെ എഴുന്നേറ്റിട്ടുണ്ടെന്നുള്ള വസ്തുത ദൈവജനം അറിയാതിരിക്കരുത്. അതുകൊണ്ടാണ് നമ്മുടെ വിഷയത്തിൽ അകത്ത് ഞാൻ അതും കൂടെ ഒന്ന് ഉൾപ്പെടുത്തിയത്. ഇല്ലെങ്കിൽ ഇത് നമ്മുടെ വിഷയത്തിൽ വേണ്ടായിരുന്നു, ഞാൻ അത് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. അരുത്. സ്തോത്രം. കൃപയുടെയും പല അർത്ഥങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് തൽക്കാലം ഞാൻ പോകുന്നില്ല. വിശ്വാസത്തിൻ്റെ കാര്യം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ കൃപയുടെയും പല അർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് വേദപുസ്തകത്തിൽ. എന്ത് ചെയ്യുന്നതിനുമുള്ള ഒരു ലൈസൻസ് അല്ലത്. സ്തോത്രം. അപ്പോൾ നാം നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിൽ വസിക്കുന്ന പാപത്തെ, അതിന് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളെ വിട്ടുകൊടുക്കാതെ, സ്തോത്രം, എന്ത് ചെയ്യണം? വിശുദ്ധീകരണം പ്രാപിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ആത്മാവിലും ജഡത്തിനുമുള്ള കന്മഷം നീക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം പൗലോസ് പരിശുദ്ധാത്മാവിൽ നമ്മോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ, അവിടെ പറയുന്നത് നാം എന്ന ഈ വാഗ്ദത്തങ്ങൾ നമുക്ക് നിങ്ങളോട് പറഞ്ഞു ഉള്ളതുകൊണ്ട് ഉറച്ചെന്ന് പറഞ്ഞു. ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട്, കൊരിന്ത്യർക്കുള്ള 2 ലേഖനം 7:1 ഞാനീ പറയുന്നത്, നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ, സ്തോത്രം. അവിടൊക്കെ നാം എന്തും കൂടെ ചേർത്താൽ കുറെ കൂടെ അർത്ഥം മനസ്സിലാകും. അത് നാം ആണ് ചെയ്യേണ്ടത്, കയ്യും കെട്ടിയിരിക്കാനുള്ളതല്ല, പാസീവായിട്ടുള്ളൊരു ലൈഫല്ല, ഓട്ടോമാറ്റിക് ഒരു ലൈഫല്ല ക്രിസ്തീയ ജീവിതം. അത് മനഃപൂർവം നാം തിരഞ്ഞെടുക്കുന്നതും ബോധപൂർവം നാം സമർപ്പിക്കുന്നതുമായ ജീവിതമാണ്. Christian life is not an automatic life. This sanctification is not a default action just by grace. Without our participation. No, it's not so. We should have an active participation in our sanctification. ഒരു മെഡിക്കൽ ഡോക്ടർ ഒരിക്കൽ പറയുന്നത് കേട്ടു, ചില മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് വൺ ടൈം യൂസ് ഉണ്ട്, ചിലത് ശുദ്ധീകരിച്ച് വീണ്ടും ഉപയോഗിക്കും. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ആ എക്യുപ്മെൻറ്റ്സ് ചിലത് അഴുക്കായാൽ മെഡിക്കൽ സ്റ്റാഫ് അതിനെ ആദ്യം പ്രത്യേക ലായനികളൊക്കെ ഉപയോഗിച്ച് കഴുകും, ക്ലെൻസിങ് ഉണ്ട്. അതിനുശേഷം അതിനെ എന്ത് ചെയ്യണം? സ്റ്റെറൈൽ ചെയ്യണം, അതിനെ അണുവിമുക്തമാക്കണം. ഇതുപോലെ ഈ 2 രീതികൾ കർത്താവ് നമ്മിലും അപ്ലൈ ചെയ്യണം. നാം നമ്മുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റേണ്ടതും നാം മാറി നിൽക്കേണ്ടതുമായ വിഷയങ്ങളിൽ നാം ബോധപൂർവം സമർപ്പണത്തോടെ എന്ത് ചെയ്യണം? മാറി നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരണത്തിനായിട്ട് ഏൽപ്പിക്കണം. പിന്നെ അണുമുക്തീകരണം നടത്തുന്ന ഭാഗം ആരുടേതാ? കർത്താവിൻ്റെയാ. അപ്പോൾ 2 നമ്മുടെ സഹകരണം ഇല്ലാതെ, നമ്മുടെ എന്താണ് പറയുന്നത്, സമർപ്പണം കൂടാതെ ദൈവത്തിന് ആ ശുദ്ധീകരണം നമ്മിൽ വരുത്തുവാൻ കഴിയുകയില്ല. അപ്പോൾ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന പരമമായ ഹിതം എന്താണ്? നമ്മുടെ ശുദ്ധീകരണം തന്നെ. അപ്പോൾ നാം വിശുദ്ധിയുള്ളവരായി മാറുക, ശുദ്ധീകരണം പ്രാപിക്കണം. അപ്പോൾ ദൈവം വെറുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? പാപം, സിൻ. പാപത്തിൻ്റെ 2 നിർവചനങ്ങൾ കണ്ടു. ഒന്ന് ദൈവത്തിൻ്റെ സ്നേഹഹൃദയത്തെ ഉടച്ചു കളയുക. 2 നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ അവയവത്തിലും പാപം വസിക്കുന്നു.
ആ പാപം ദൈവത്തിൻ്റെ സ്വഭാവമായ വിശുദ്ധിക്കും നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമായ വിശുദ്ധീകരണത്തിനുമെതിരായിട്ട് ഒരു മത്സര സ്വഭാവം നമ്മിൽ ജനിപ്പിക്കുന്നു. എപ്പോഴും ആ പാപം നമ്മളുണ്ട്. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ ഈ പാപം നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടോ? ഇല്ല. ഞാനൊരിക്കലും അങ്ങനെ വിചാരിച്ചിരുന്നു. എൻ്റെ ചെറുപ്പത്തിലെയൊക്കെ ഞാൻ മാർത്തോമായിലായിരുന്നു. അപ്പോൾ വളരെ ചെറുപ്പത്തിൽ അപ്പോൾ ഈ പ്രസംഗിക്കാൻ വരുന്ന ഉപദേശന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ഇവരൊക്കെ ഈ കുപ്പായമൊക്കെ ഇട്ട് നടക്കുന്ന ഒരു തരത്തിലും പാപം ചെയ്യാത്തവരും ഭയങ്കര വിശുദ്ധന്മാരുമാണ്. അതുകൊണ്ട് ആ കാലത്തൊക്കെ വിചാരിച്ചു ഇതേലെ ഒരെണ്ണം എനിക്കൂടെ കിട്ടിയാൽ കൊള്ളായിരുന്നു, ഒരു കുപ്പായം. അപ്പോൾ ഇതിനകത്ത് ഞാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ വളരെ ചെറുപ്പത്തിലാണ്. അന്ന് എന്തുവാ, പിള്ളേരോട് വഴക്കിടുവോ, ചിലപ്പം അപ്പനും അമ്മയും പറഞ്ഞ് എന്തെങ്കിലും കൊച്ചു അനുസരണക്കേട് കാണിക്കുവോ, മൂത്ത സഹോദരങ്ങളോട് എന്തെങ്കിലുമൊക്കെ വഴക്കുണ്ടാക്കുവോ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ളൂ. എന്നാൽ അതുപോലും ആ കൊച്ചു മനസ്സിൽ മർത്തോമാക്കാരനായിരുന്നെങ്കിലും എനിക്ക് പാപം എന്നൊരു ബോധം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പോലും ഞാൻ ഒഴിയാൻ ആഗ്രഹിച്ചു. അപ്പോൾ ഇവരെ പോലെയൊക്കെ ഒന്ന് പ്രസംഗകനോ ഉപദേശിയോ അച്ഛനോ ഒക്കെ ആയാൽ പിന്നെ പാപത്തിൻ്റെ ആക്രമണം ഒന്നും കാണത്തില്ലെന്ന് ഞാൻ കരുതി. പിന്നെ വളർന്നു വന്നപ്പോൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ലെന്ന്. സ്നാനപ്പെടുന്നതിന് മുമ്പ് വിചാരിച്ചു സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്ന്. പിന്നെ ആൾക്കാർ പറഞ്ഞു അഭിഷേകം പ്രാപിച്ചാൽ മതി, ഇതൊക്കെ അങ്ങ് മാറും. അപ്പോൾ പിന്നെ അഭിഷേകം പ്രാപിക്കാനായി താല്പര്യം. അഭിഷേകം പ്രാപിക്കുന്നതോടെ ഈ പ്രശ്നമൊക്കെ മാറുമെന്ന് വിചാരിച്ചു. മാറിയില്ല. പിന്നെ കരുതി ഉപദേശിയായാൽ ഓർഡിനേഷൻ കിട്ടിയാൽ ഒക്കെ മാറുമെന്ന്. ഇതൊന്നും കൊണ്ട് നമ്മിൽ വസിക്കുന്ന പാപ സ്വഭാവം എന്താകുന്നില്ല. സ്തോത്രം. പ്രിയരെ, മനസ്സിലാക്കണേ, 2 വിധം പാപങ്ങളെക്കുറിച്ച് പൗലോസ് രേഖപ്പെടുത്തുന്നുണ്ട്. പാപത്തിൻ്റെ 2 അവസ്ഥകളെക്കുറിച്ച്. ഒന്ന്, പാപത്തിൽ മരിച്ച അവസ്ഥ, എഫേസ്യർ 2:1 2, പാപത്തിന് മരിച്ച അവസ്ഥ. പാപത്തിന് മരിച്ച അവസ്ഥ അത് റോമാലേഖനം 6:10 തൊട്ട് താഴോട്ടുണ്ട്. അപ്പോൾ 2 particular status of death. One is dead in sins and trespasses, or dead because of sins and trespasses, as we read in Ephesians chapter 2 verses 1 following. Dead in sins, പാപത്തിൽ മരിച്ചത്. അതാരുടെ സ്ഥിതിയാ? രക്ഷിക്കപ്പെടാത്ത ഒരാളിൻ്റെ അവസ്ഥയാണ്. ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് ഓഫ് an unregenerated person. എന്നാൽ റീജനറേഷൻ, റീബർത്ത്, ന്യൂ ബർത്ത് ഉണ്ടായ വീണ്ടും ജനനം പ്രാപിച്ച ഒരാളിനെ സംബന്ധിച്ചോ, അവനെക്കുറിച്ചാണ് റോമൻസ് 6:10 ഫോളോയിങ്ങിൽ പറയുന്നത്. ഡെഡ് ബിക്കോസ് ഓഫ് സിൻസ്, 11th verse particularly. പാപ സംബന്ധമായി മരിച്ചവർ. We have to count ourselves dead to sin. Reckon ye also yourselves to be dead indeed unto sin. Dead to sins. പാപത്തിന് മരിച്ചവർ. ഇതാരുടെ സ്ഥിതിയാ? രക്ഷിക്കപ്പെട്ടവരുടെ സ്ഥിതി. പക്ഷെ ഇവിടങ്ങളിലെങ്ങും നാം കാണാത്തൊരു പ്രയോഗമാണ്. If you are a reborn, newborn child of God, you have to be dead to sin, but never expect the sins to be dead unto you and me. Got it? We have to be dead to sin, but not sins dead to us. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയോട് പാപം മരിക്കുന്നില്ല. പാപം സ്റ്റിൽ ആക്റ്റീവ്. അത് ഇപ്പോഴും ആക്റ്റീവാ, വളരെ സക്രിയമാ. ഒരിക്കൽ ഒരു മെയ് ദിനത്തിൽ, ഇന്ത്യയിലെ അവധിയാണല്ലോ അന്ന്, ഞാൻ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സഭയിലെ മുതിർന്ന സഹോദരന്മാരും സഹോദരിമാരും അച്ചായന്മാരും അമ്മമാരെല്ലാം കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തി. സഭ ഹാളിന് ചുറ്റുമുള്ള എല്ലാ വീടുകളിലും കയറി ഇറങ്ങി
ഡോർ ടു ഡോർ, ഇയർ ടു ഇയർ സുവിശേഷീകരണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ തിരിച്ച് വന്ന ഊണും എല്ലാം കഴിഞ്ഞിട്ട് വിശ്രമിക്കുമ്പോൾ ഞങ്ങൾ സഹോദരന്മാരെല്ലാം കൂടെ സഭാ ഹാളിൽ ഇങ്ങനെ ഇരുന്നും കിടന്നും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ അന്ന് 49-48 വയസ്സുള്ള ഒരു അച്ചായൻ പറഞ്ഞു, പാസ്റ്റർ, ഇപ്പം ആൾക്കാർ പ്രായമാകുന്നതിനനുസരിച്ച് അവരുടെ പ്രായത്തെ മറച്ചു വെക്കാനുള്ള ഉപാധികൾ അന്വേഷിക്കുന്നത്. ഞാൻ അന്നെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഇതൊന്ന് വയസ്സായാൽ മതിയെന്നും പറഞ്ഞു. മനസ്സിലായോ? ഞങ്ങൾ ചോദിച്ചു, അതെന്താ പെട്ടെന്ന് വയസ്സായാൽ മതിയെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുന്നേ? അപ്പോൾ പറഞ്ഞു, ഇത് പെട്ടെന്നൊന്ന് വീക്കായി കിട്ടിയാൽ, പെട്ടെന്ന് ഇതൊന്ന് വയസ്സായി കിട്ടിയാൽ പാപത്തിൻ്റെ പരീക്ഷണം കുറച്ച് കുറയുമല്ലോ എന്ന് വിചാരിച്ച ഇതൊന്ന് വയസ്സായി കിട്ടിയമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞങ്ങൾ ചോദിച്ചു, അല്ല അച്ഛാ, ഒരുപക്ഷെ ചിലർക്ക് ഇത് പൊങ്ങത്തില്ല, ഈ ശരീരം പൊങ്ങത്തില്ല, ശരീരം വളരെ വീക്കാണ്, ക്ഷയിച്ചുപോയി. എന്നാലും ചിലരുടെ മനസ്സ് അപ്പോഴും എന്താ, ആക്റ്റീവാ. അപ്പം അങ്ങനെയാണെങ്കിൽ വെറുതെ പ്രായമായിട്ട് കാര്യമില്ലല്ലോ. പ്രായമായതുകൊണ്ട് പ്രായമാകാൻ ആഗ്രഹിച്ച കാര്യം നടന്നില്ലെങ്കിലോ? അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം പൗലോസ് റോമർ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ 14 മുതലുള്ള വാക്യങ്ങളിൽ, ഐ ആം എ പേഴ്സൺ, Romans 7:14, I am a person sold out for sin. ഞാൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാ. പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവനാണ്. This is a state of man, sold out for sins. പാപത്തിൻ്റെ അടിമത്വത്തിൽ വിൽക്കപ്പെട്ട അവസ്ഥയാണ്. താഴോട്ട് പൗലോസ് പിന്നെ പറയുന്നുണ്ട്, ഇൻ മീ, എന്നിൽ 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? എനിക്ക് ആഗ്രഹമുണ്ട് ദൈവത്തിൻ്റെ പ്രമാണമൊക്കെ അനുസരിക്കണം, നന്മ ചെയ്യണമെന്ന്. പക്ഷേ ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയാ ചെയ്യുന്നത്. കാരണം എന്താ? അങ്ങനെ സംഭവിക്കുന്നെങ്കിൽ പൗലോസ് പറയുന്നു, അത് ഞാനല്ല ചെയ്യുന്നത്, പിന്നെ ആരാ? എന്നിൽ വസിക്കുന്ന പാപമാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിൽ എന്തു വസിക്കുന്നു? പാപം വസിക്കുന്നു. നമ്മൾ എല്ലാവരിലും പാപം വസിക്കുന്നു. അതുകൊണ്ടാണ് പാപത്തിന് നിങ്ങൾ മരിച്ചവരായിരിക്കണം എന്ന് റോമർ 6:11 പറഞ്ഞിട്ട് 12-ാം വാക്യത്തിൽ പൗലോസ് കൽപ്പനാരൂപത്തിൽ പറഞ്ഞത്. 12 എന്താ പറഞ്ഞത്? റോമർ 6:12 റോമൻസ് ശരീരത്തിൽ ഇനി വാഴരുത്, വസിക്കരുതെന്നാണോ? അല്ല. രക്ഷിക്കപ്പെട്ടതിന് ശേഷവും, അഭിഷേകം പ്രാപിച്ചതിന് ശേഷവും, കൃപാവരങ്ങൾ ലഭിച്ചതിന് ശേഷവും, ഓർഡിനേഷൻ കിട്ടിയതിന് ശേഷവും ഒക്കെ പാപം നമ്മിൽ വസിക്കുന്നുണ്ട്. സ്വദേശിയായിട്ട് പാപം നമ്മുടെ ജഡത്തിൽ വസിക്കുന്നു. പക്ഷേ രക്ഷിക്കപ്പെട്ട ഒരാൾ എന്ത് ചെയ്യാൻ പാടില്ല? അത് നമ്മുടെ മർത്യ ശരീരത്തിൽ അതിൻ്റെ മോഹങ്ങളെ അനുസരിക്കുമാറ് വാഴുവാൻ നാം അനുവദിക്കരുത്. വസിപ്പിക്കാതിരിക്കാൻ, ഒഴിപ്പിക്കാൻ ഒക്കത്തില്ല. As long as we are alive in our body, sin abides in our body. As long as we are living, sin also will be living in our mortal body, in this flesh. We cannot vacate sin from our body until we die, until our body is redeemed. But we can do one thing, and we should do one thing. What have we to do? We should never allow this indwelling sin to reign over, rule over our mortal members of the body, that we may fulfill its desires. Of course there will be desires.
Here is the spiritual warfare. ഇവിടെയാണ് ആത്മീയ യുദ്ധം. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് ആത്മയുദ്ധം എന്ന് പറയുന്നത് മുട്ടുകുത്തിയിരുന്ന് ഭത്സിക്കുന്നതാണെന്ന. അല്ല. എന്താണ് ആത്മീയ യുദ്ധം? നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായി വസിക്കുന്ന ആ പാപത്തിൻ്റെ സ്വഭാവത്തെ ഉപയോഗിച്ച് നമ്മെ കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുന്ന സാത്താന്യ ശക്തി, അത് നമ്മെ കൊണ്ട് പാപത്തിൻ്റെ മോഹങ്ങൾ നിവർത്തിക്കുവാൻ നിർബന്ധിക്കുമ്പോൾ അതിന് നമ്മുടെ ശരീര അവയവങ്ങളെ വിട്ടുകൊടുക്കാതെ വിശുദ്ധിക്ക് വേണ്ടിയും നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവിനാലും നമ്മുടെ ആത്മാവിനാലും ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ച് മുൻപോട്ട് ജീവിക്കുന്ന ഒരവസ്ഥയുടെ പേരാണ് ആത്മീയ ആയോധനം, സ്പിരിച്വൽ വാർഫെയർ. പക്ഷെ നമ്മൾ മിക്കവാറും കേൾക്കുന്നത് ആത്മീയ യുദ്ധം എന്ന് പറയുന്നത് എന്തുവാ? ഉപവാസ പ്രാർത്ഥന, എന്നിട്ട് പാതിരാത്രിക്ക് ഇങ്ങനെ വെളിപ്പെട്ടു വരുന്ന ഒരു പോരാട്ടം, ഒരു വ്യാപാരം, ഇങ്ങനെ വടക്കുകൂടെ വന്ന് തെക്കോട്ട് നീങ്ങി ചുറ്റിയടിച്ചു വരുന്നത്. അതിനെയൊക്കെ നമ്മൾ കൂടി വന്നാൽ ഉപവാസത്തോടു കൂടെ ഇരുന്ന് ശാസിച്ചാൽ പോകുമെന്നാണ് കരുതുന്നത്. ഇല്ലെങ്കിൽ അതിന് വൈദഗ്ധ്യം പ്രാപിച്ചവരെ വിളിച്ചു വരുത്തി കാര്യം ചെയ്യിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന ഒരു ധാരണയാണ് നമ്മിൽ പലർക്കുള്ളത്. ഒരിക്കലുമല്ല. നാം എന്ത് ചെയ്യണം? ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കണം. We have to mortify the deeds of the flesh by the Spirit, by the Spirit. അതിന് നാം നമ്മെ സമർപ്പിക്കണം. ദൈവം ഇങ്ങനെ നമ്മിൽ വസിക്കുന്ന, നമ്മെ കൊണ്ട് ദൈവത്തിൻ്റെ ഹിതത്തിനെതിരെ പോരാടുവാൻ, മത്സരിക്കുവാൻ പ്രേരിപ്പിക്കുന്ന പാപ പ്രകൃതങ്ങളെയാണ് വെറുക്കുന്നത്. അതിനോട് നമ്മുടെ ഉള്ളിലും നമുക്കെന്ത് വേണം? വെറുപ്പ് വേണം. നമ്മുടെ ഉള്ളിലുള്ള പാപപ്രകൃതങ്ങളോട് നമുക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ ഇതുവരെ? Have we ever felt hatred towards our sinful nature, our own sinful nature? ഉണ്ടോ? അതെ, കൂടെ ഒന്ന് വന്നേ. നമ്മുടെ തന്നെ ഉള്ളിലുള്ള പാപപ്രകൃതങ്ങളോട്, സ്വഭാവങ്ങളോട് ദൈവത്തിന് കീഴ്പ്പെടാത്ത, ദൈവവചനത്തിന് കീഴ്പ്പെടാത്ത, ദൈവ സ്വഭാവത്തിന് കീഴ്പ്പെടാത്ത പാപപ്രകൃതങ്ങളോട് നമുക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ലായിരിക്കും അല്ലേ? നിങ്ങളുടെ ഇരിപ്പ് കണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. യു ആർ വിത്ത് മീ? എൻ്റെ കൂടെ ഉണ്ടല്ലോ. Have we ever felt hatred towards our own sinful nature? Do we know what all sinful natures are active in us? ഉണ്ടോ? ഉണ്ട്. പറയണ്ട, തിരിച്ചറിഞ്ഞാൽ മതി. ജനറൽ സിൻസ് ഉണ്ട്, അതിനെ ജയിക്കാൻ വലിയ കുഴപ്പമില്ല. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു സംഗതി, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാലും അഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞാലും എല്ലാ ഡിസംബർ 31 തീരുമാനമെടുത്തു കഴിഞ്ഞാലും, എല്ലാ ലോർഡ് സപ്പറിൻ്റെ സമയത്ത് തീരുമാനമെടുത്തു കഴിഞ്ഞാലും, ശക്തന്മാരായ അഭിഷിക്തന്മാരെ കൊണ്ട് തലയിൽ കൈവെപ്പിച്ച് പ്രാർത്ഥിപ്പിച്ചു കഴിഞ്ഞാലും ഒന്നും വിട്ടുപോകാത്ത ഒരു തരം പാപമുണ്ട്.
എന്തുവാ? സ്വമേധാ പാപം എന്ന് ദാവീദ് വിളിക്കുന്നുണ്ട്. പുതിയ നിയമത്തിലോ മുറുകെ പറ്റുന്ന പാപം, സിൻ ദാറ്റ് ഈസിലി entangles us, sin that easily ensnares us. Hebrews chapter 12 verse 1, 12:1 എബ്രായ ലേഖനം. സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. നമ്മൾ ഈ മുറുകെ പറ്റുന്ന പാപത്തിന് ഒരു ഓമനപ്പേര് വിളിക്കാറുണ്ട്. We call this easily entangling sin, or we can say this bosom sins, with a dearly name, a pet name. എന്താ അത്? ബലഹീനത ജനറൽ പാപത്തിന് വിളിക്കുന്ന എന്തോ? അതിന് പത്രോസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പിതൃ പാരമ്പര്യ സ്വഭാവം. പറയും കൊച്ചമ്മേ അല്ലെങ്കിൽ അമ്മാമ്മേ, ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, എനിക്ക് കിട്ടിയേക്കുന്ന വല്യമ്മച്ചിയുടെ സ്വഭാവമാണ്. ഞങ്ങളുടെ അച്ചായൻ്റേത് ഞങ്ങളുടെ വല്യപ്പച്ചൻ്റെ ജീനുകളാക്കി എറിയേക്കുന്നത്. അതുകൊണ്ടാണ്, അത് മാറത്തില്ല, അത് കുടുംബത്തിൻ്റെയാണ്. ഈ പാരമ്പര്യമായി ജീനുകൾ വഴി നമ്മിലേക്ക് കൈമാറി വരുന്ന ചില പ്രത്യേക സ്വഭാവങ്ങൾ, പിതൃ പാരമ്പര്യ സ്വഭാവം എന്ന ഓമനപ്പേരിലാണ് ഈ മടിയിൽ കൊണ്ട് നടക്കുന്ന ബോസം സിൻസിനെ നാം വിളിക്കുന്നത്. ഇതിനെ ചില വിളിക്കുന്നത് അങ്ങനെ, ബോസം സിൻസ്. ഇതിനെ നമ്മൾ കളയത്തില്ല, ഇത് നമ്മുടെ സ്വന്തമാണ്. അങ്ങനെ അപ്പനപ്പൂപ്പന്മാരുടെ കാലം തൊട്ട് ഇങ്ങോട്ട് കിട്ടിയതാ. അതിനെ ഇങ്ങനെ മടി കൊണ്ട് നടന്ന് എന്തെങ്കിലും പ്രയാസം വരുമ്പം പതിയെ ഇങ്ങനെ തൊട്ടിയിലിട്ടാട്ടി മയക്കി അവിടെ വെച്ചേക്കും, ഉറങ്ങിക്കോളാൻ പറയും. ഒത്തിരി അങ്ങ് അല്ലാതാവുന്നവരെ ഒന്ന് ഒതുക്കി വെക്കും. നാം ഇവിടെ വായിക്കുന്നത് എന്ത് ചെയ്യണമെന്നാ? അതിനെ എന്ത് ചെയ്യണം? വിട്ടുകളയണം. ബോസം സിൻസ്, സിൻസ് വി ഗെറ്റ് ട്രഡീഷണലി, it passes on to generation through genes, and we call it our traditional nature. Don't call it a traditional nature. Since it is sin, we have to hate it. മറ്റുള്ളവരിൽ ഇങ്ങനെ കാണുന്ന പാപങ്ങളോട് നമുക്ക് ഭയങ്കര വെറുപ്പാണ്, കാണുമ്പം പല്ലു കടിക്കുന്നേ. അതേസമയം നമ്മുടെ അകത്ത് ഇത് വരുമ്പം മുമ്പേ പറഞ്ഞ പോലെ തട്ടി താരാട്ട് പാടി ഉറക്കം. പാടില്ല. അതിനെ നാം വെറുക്കണം. അതിനോടൊരു വെറുപ്പ് നമ്മിൽ വേണം. അതൊരു പക്ഷേ മറ്റു പാപങ്ങളുടെ മേൽ നാം ജയമെടുത്തതുപോലെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ഇത് നടന്നെന്ന് വരത്തില്ല. അതിന് നാം എന്ത് ചെയ്യണം? നിരന്തരം നമ്മുടെ ജഡത്തെ ദണ്ണിപ്പിച്ച് ബോധപൂർവം അടിമയാക്കണം. സ്തോത്രം. ബോധപൂർവം അടിമയാക്കണം. കൊലോസ് ലേഖനം 3-ാം അധ്യായത്തിൽ അതിന് 2-3 പ്രയോഗങ്ങൾ പൗലോസോട് ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് നോക്കിയിട്ട് നമുക്ക് മുൻപോട്ട് പോയേക്കാം. കൊലോസ് ലേഖനം, കൊലോഷ്യൻസ് chapter 3 verse 5, 5-ാം വാക്യം. മരിപ്പിപ്പീൻ, mortify some of your members of the body. Now we come to verse 8, 8-ാം വാക്യം. വിട്ടുകളവീൻ, put off. So we have to mortify the members of our body, and some things we have to put off. ചിലതിനെ നമുക്ക് മരിപ്പിക്കണം.
അത് ചാകത്തില്ല. നമുക്കതിനെ മരിപ്പിക്കണം, ഇനാക്റ്റീവ് ആക്കണം. ചിലതിനെ നമുക്ക് പെറുക്കി എറിഞ്ഞു കളയണം, വിട്ടുകളയണം. ഇനിയും അതിൻ്റെ 9-ാമത്തെ വാക്യം. വീണ്ടും അവിടെ നാം മലയാളത്തിൽ കാണുന്നു ഉരിഞ്ഞു കളയണം. Again we read put off. ചിലത് നമുക്ക് ഉരിഞ്ഞു കളയണം. പിന്നെ ധരിക്കേണ്ട കാര്യങ്ങൾ താഴെയുണ്ട്, അത് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് തരിക, നിങ്ങൾ വായിച്ചോണം. സ്തോത്രം. അപ്പോൾ ഇതൊക്കെ ഉരിഞ്ഞു കളഞ്ഞും മരിപ്പിച്ചും വിട്ടുകളഞ്ഞും മറ്റ് ചിലത് ധരിച്ചും കൊണ്ട് നാം മുൻപോട്ട് പോകണം. നമ്മുടെ ഉള്ളിൽ തന്നെ, നമ്മിൽ തന്നെയുള്ള നാം താലോലിക്കുന്ന പിതൃ പാരമ്പര്യ സ്വഭാവങ്ങളെ, ആ പാപങ്ങളെ, മുറുകെ പറ്റുന്ന പാപങ്ങളോട് നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകണം? ഒരു വലിയ വെറുപ്പുണ്ടാകണം. മറ്റ് പാപങ്ങളോട്, മറ്റുള്ളവർ ചെയ്യുന്ന പാപങ്ങളോട് ഒരുപക്ഷെ നമുക്ക് വെറുപ്പ് തോന്നിയെങ്കിലും ഇതിനോട് നമുക്ക് വെറുപ്പ് തോന്നാതിരിക്കാനാണ് സാധ്യത. അതുണ്ടാകരുത്. ആ ഭാഗത്തേക്ക് മടങ്ങിപ്പോയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവിടെ അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം എന്താണ്? വിശുദ്ധീകരണം. വിശുദ്ധീകരണത്തിനായി നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. ആ വിശുദ്ധീകരണത്തിൻ്റെ 2 പ്രത്യേക തലങ്ങളുണ്ട്. ഒന്ന് എ പൊസിഷണൽ ഹോളിനെസ്, മറ്റൊന്ന് പ്രാക്ടിക്കൽ ഹോളിനെസ്. പൊസിഷണൽ ഹോളിനെസ് ആൻഡ് പ്രാക്ടിക്കൽ ഹോളിനെസ്. ഒരു വാക്യം കൂടെ വായിച്ചാൽ നമുക്ക് ആ ഭാഗം വിടാം. നെക്സ്റ്റ് സ്ലൈഡും കൂടെ ഒന്ന് എടുത്തേരെ. അത് നമുക്ക് അടുത്ത നാളത്തേക്ക് നോക്കാം, ഇന്ന് സമയമില്ല. കൊരിന്ത്യർക്കുള്ള 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം തൊട്ട്. സോസ്തനേസും ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ. ഇതാണ് പൊസിഷണൽ ഹോളിനെസ്. രക്ഷിക്കപ്പെട്ടു വരുന്ന ഒരു വ്യക്തി ആദ്യമായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി കൈക്കൊള്ളുമ്പോൾ കർത്താവ് അവനെ, ദൈവം അവനെ എവിടെ കൊണ്ടു നിർത്തുന്നു? യേശുവിൽ കൊണ്ട് നിർത്തുന്നു. ക്രിസ്തുവിൽ അവനെ കൊണ്ട് നിർത്തി അവനെ വിശുദ്ധീകരിക്കുന്നു. When a person at first initially comes to Christ, repents, believes on Christ, God takes him and puts him into the shoes of Christ, and thus he is sanctified and justified. എന്നിട്ട് അടുത്ത ഭാഗം, വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായവർക്ക്. മലയാളത്തിൽ നാം അങ്ങനെയാണ് കാണുന്നത്, വിളിക്കപ്പെട്ട വിശുദ്ധന്മാർ. എന്നാൽ ഇംഗ്ലീഷിൽ കണ്ടോ, called to be saints, not called out saints, but called to be saints. മലയാളത്തിലെ വിളിക്കപ്പെട്ട വിശുദ്ധന്മാരെന്നല്ല, പിന്നെ വിശുദ്ധന്മാരാകുവാൻ വിളിക്കപ്പെട്ടവർ. ഇതാണ് പ്രാക്ടിക്കൽ ഹോളിനെസ്. പ്രാക്ടിക്കൽ ഹോളിനെസ്. പാപിയായൊരു മനുഷ്യനെ, എത്ര വലിയ പാപിയുമായിക്കോട്ടെ, അവൻ യേശുവിൽ വിശ്വസിക്കുമ്പോൾ ദൈവം അവനെ ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കുന്നു, നീതീകരിക്കുന്നു. അവൻ അതിനു വേണ്ടി ഒന്നും ചെയ്യണ്ട, വിശ്വസിച്ചാൽ മാത്രം മതി. അവൻ്റെ പാപങ്ങളെ സമ്മതിച്ചാൽ മാത്രം മതി. പക്ഷേ അങ്ങനെ അവനെ വിശുദ്ധീകരിച്ചതിന് ശേഷം അവനോട് പിന്നെ പറയുന്നൊരു കാര്യമുണ്ട്. യേശു കർത്താവ് മഹാപാപികളെ വരെ ചിലരെ തൊട്ട് സൗഖ്യമാക്കിയിട്ട്, മറ്റു ചിലരെ യേശുവിനെ ഇങ്ങോട്ട് വന്ന് തൊട്ടിട്ട്, മറ്റു ചിലർ വന്ന് മുട്ട് കുത്തിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ അവരെ സൗഖ്യമാക്കിയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തിട്ട് ഒടുവിൽ കർത്താവ് പറഞ്ഞ ഒരു വാചകമുണ്ട്. എന്താ?
sin no more. ഇനിയും നിങ്ങൾ പാപം ചെയ്യരുത്. ഇനിയും പാപം ചെയ്യരുത്. ചിലപ്പോൾ അച്ചായൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വരുമ്പം മീനോ ഇറച്ചിയോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്ന് കാണും. അപ്പോഴത്തേക്കിനും വീട്ടിൽ സഹോദരി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായിട്ടിരിക്കുക. അന്നത്തേക്ക് വേറെ കറിയൊന്നും കാണത്തില്ലായിരിക്കും. എന്നാലും ശരി, അച്ഛനോട് സ്നേഹത്തോടെന്ന് പറയും, അച്ഛാ നാളെ ഇപ്പം ഇങ്ങനെ തന്നെ എടുത്തങ്ങ് ഫ്രീസറിൽ വെച്ചേക്കട്ടെ. അതെന്താ? ഞാൻ കുളിച്ചു. കുളി കഴിഞ്ഞിട്ട് പിന്നെ നാം അശുദ്ധിയിലേക്ക് പോകാൻ, പിന്നെ നാറുന്നതോ പിന്നെ അഴുക്കാകുന്നതോ ഒന്നും തൊടാൻ നാം ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ അശുദ്ധമായ പാപത്തിൻ്റെ അവസ്ഥകളിൽ നിന്നും നമ്മെ ക്രിസ്തുവേശുവിൽ ദൈവം നീതീകരിച്ച് വിശുദ്ധീകരിച്ച് നിർത്തിയിട്ട് കർത്താവ് നമ്മോട് പറയുകയാണ്, ഇനിയും ഈ വിശുദ്ധമായ പാതയിൽ കൂടെ നീ മുൻപോട്ട് വെക്കൂ, ഇനിയും നീ പാപം ചെയ്യരുത്. നാം വിശുദ്ധീകരണത്തിനു വേണ്ടി വിളിക്കപ്പെട്ടവരാണ്, വിശുദ്ധന്മാരാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. എന്നാൽ നമ്മിൽ വസിക്കുന്ന പാപം പലപ്പോഴും അതിനെതിരായി നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനാലും ദൈവത്തിൻ്റെ കൃപയാലും ദൈവവചനത്തിൻ്റെ ശക്തിയാലും അവയെ തിരിച്ചറിഞ്ഞും പരാജയപ്പെടുത്തിയും സ്തോത്രം നമുക്ക് വിജയകരമായ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ അതേ പ്രകൃതമുള്ളവരായി സ്വഭാവമുള്ളവരായി തീരുവാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം. നമ്മിൽ വസിക്കുന്ന പാപപ്രകൃതത്തെ ദൈവം വെറുക്കുന്നത് പോലെ വെറുത്തുകൊണ്ട് പാപത്തോട് വെറുപ്പ് ഉള്ളവരായി, പിശാചിനോട് ശത്രുതാ മനോഭാവമുള്ളവരായി നമുക്ക് ദൈവത്തെ സ്നേഹിച്ച് മുന്നേറാം. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ ബാക്കി ഭാഗം നമുക്ക് നാളെ ചിന്തിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.